നമസ്കാരം. ദേവനെ കണ്ടു വണങ്ങാൻ മനുഷ്യനായാൽ മതി എന്ന അനുഭവ പാഠം തന്ന ക്ഷേത്രപ്രവേശന വിളംബരവും ജാതി കോമരങ്ങളെ നടതള്ളിയ ഗുരുദേവന്റെ കണ്ണാടി പ്രതിഷ്ഠയും കൊണ്ട് മലയാളിയുടെ മനസ്സിനെ സംസ്കരിച്ചെടുത്ത നമ്മുടെ നാട്ടിൽ വീണ്ടും ആ ദുർബോധം അവതാരമെടുത്തിരിക്കുന്നു. അല്ലായിരുന്നുവെങ്കിൽ കൂടൽമാണിക്യം ഭരതക്ഷേത്രത്തിലെ കഴകക്കാരൻ ബാലുവിന് ജാതിയുടെ പേരിൽ മാറി നിൽക്കേണ്ടി വരുമായിരുന്നില്ല. വിദ്യാഭ്യാസം കൊണ്ടും ചിന്ത കൊണ്ടും പദവി കൊണ്ടും ഉന്നതിയിൽ നിൽക്കുമ്പോഴും ജാതി ചോദിച്ചും ചോദിക്കാതെയും രണ്ടാം തരക്കാരാക്കുന്ന അനുഭവം ഇക്കാലത്തും പലർക്കും ഉണ്ടായിട്ടുണ്ട്. അതിന്റെ സമീപകാല ഇരകളാണ് കെ രാധാകൃഷ്ണൻ എംപിയും RLB രാമകൃഷ്ണനെയും പോലെയുള്ളവർ. ദേവസ്വം റിക്രൂട്ട്മെന്റ് പരീക്ഷ എഴുതിയെത്തിയ ബാലുവിനെ കഴകം തസ്തികയിൽ നിന്ന് മാറ്റിയത് പിന്നാക്കക്കാരൻ എന്ന് വിളിച്ച് തന്ത്രിമാരും വാര്യർ സമാജവും എതിർത്തപ്പോഴാണ്. അങ്ങനെയെങ്കിൽ ഈ മനുഷ്യാവകാശ ധ്വംസനത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കൊച്ചി ദേവസ്വത്തിനാകില്ല. വൈക്കം സത്യഗ്രഹത്തിൽ പങ്കെടുക്കാനെത്തിയ മഹാത്മജിയെ പോലും വെറുതെ വിടാതിരുന്ന ജാതി പിശാചുക്കളുടെ നാട്ടിൽ ഇന്നും അതിന്റെ നിഴലാട്ടമുണ്ടെങ്കിൽ അതിനെ ചങ്ങലക്കിടാൻ സമയമായിരിക്കുന്നു. എൻകൗണ്ടർ പ്രൈമിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ എൻകൗണ്ടർ പ്രൈമിൽ നമ്മളോടൊപ്പം അതിഥികളായി ചേരുന്നത് സാമൂഹ്യ നിരീക്ഷകൻ ശ്രീ സണ്ണി എം കവിക്കാട്, കേരള ബ്രാഹ്മണ സഭയുടെ മുൻ പ്രസിഡന്റ് ശ്രീ കരിമ്പുഴ രാമൻ, ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ RV ബാബു, SNDP യോഗം മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK വിദ്യാസാഗർ എന്നിവരാണ്. ശ്രീ സണ്ണി എം കവിക്കാട്, ഈ കഴക തസ്തികയിൽ നിന്ന് ബാലുവിനെ നീക്കിയതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ താങ്കൾ നിരീക്ഷിക്കുമ്പോൾ എന്തുകൊണ്ട് ഇത് കേരളത്തിൽ സംഭവിച്ചു എന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? ഇത് സർക്കാർ നിയോഗിച്ച റിക്രൂട്ട്മെന്റ് ബോർഡ് നടത്തിയ നിയമനമാണ്. അവിടെ തന്ത്രിമാരുടെയും അല്ലെങ്കിൽ ഈ പറയുന്ന വാര്യർ സമാജത്തിൻ്റെയും ഒക്കെ പിഴവും പിടിപ്പുകേടും മാത്രമായി ഈ പ്രശ്നത്തെ ചുരുക്കി കാണാൻ കഴിയുമോ? അതല്ല, നടപടി ഉണ്ടാകേണ്ടത് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് തന്നെയാണോ? എങ്ങനെ താങ്കൾ കാണും, മനസ്സിലാക്കും? ദേവസ്വം ബോർഡ് നിയമിച്ച കഴകക്കാരൻ പോസ്റ്റിലേക്ക് നിയമിച്ച ആളിനെയാണ് തന്ത്രി സമാജവും വാര്യർ സമാജവും എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് പുറത്താക്കിയത്. ഇതിൽ യഥാർത്ഥത്തിൽ കുറ്റവാളിയായിരിക്കുന്നത് സർക്കാർ തന്നെയാണ്. ദേവസ്വം ബോർഡാണ് കുറ്റവാളി. അവരൊരാളെ നിയമിക്കുമ്പോൾ, ആ ആൾക്ക് ഒരു തസ്തികയിൽ നിയമിക്കുമ്പോൾ ആ ആളവിടെ ജോലി ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുവാൻ അദ്ദേഹത്തിന്റെ യോഗ്യതകൾ പരിശോധിച്ച് അദ്ദേഹം ആ ജോലി ചെയ്യാൻ യോഗ്യനാണെന്ന് കണ്ടെത്തിയതിന് ശേഷമാണല്ലോ റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. അപ്പോൾ ആ പർട്ടിക്കുലർ വ്യക്തിയെ അവിടെ നിന്ന് മാറ്റണമെന്ന് പറയാനുള്ള അവകാശം സംഘടനകൾക്കുണ്ട്. പക്ഷെ എന്ത് ന്യായമാണ് അവർ പറയുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ന കാരണങ്ങളാൽ അയാൾക്ക് യോഗ്യതയില്ല, അല്ലെങ്കിൽ അയാൾ അത് ചെയ്താൽ ശരിയാവില്ല എന്ന എന്ത് ന്യായമാണ് ഈ തന്ത്രി സമാജവും ഈ പറഞ്ഞ വാര്യർ സമാജവും നിരത്തിയത് എന്നറിയാൻ കേരളത്തിലെ മനുഷ്യർക്ക് അവകാശമുണ്ട്. അത് പുറത്തു വരുന്ന വാർത്തകൾ പ്രകാരം ഇദ്ദേഹം ഈഴവ സമുദായ അംഗമായതിനാൽ വാര്യർമാരുടെ ജാതി തൊഴിലായിട്ടുള്ള കഴകം പോസ്റ്റിലേക്ക് അയാളെ നിയമിക്കാൻ പാടില്ല എന്ന ശുദ്ധമായ ജാതി വികാരമാണ് അതിന്റെ പിന്നിലെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ തെളിയിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. ഇതിന്റെ കാര്യം എന്തെന്ന് ചോദിച്ചാൽ, അമ്പലവാസികളും അമ്പലത്തിൽ പൂജ നടത്തുന്നവരൊക്കെ ജാതി പാലിക്കുന്നവരാണെന്ന് ലോകത്തെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇവിടുത്തെ പ്രശ്നം അതല്ല. ദേവസ്വം ബോർഡിന് എന്ത് അധികാരമുണ്ട് ഇക്കാര്യത്തിൽ എന്നതാണ് ചോദ്യം. ഒരു ജനാധിപത്യ ഗവൺമെന്റിന് എന്ത് അധികാരമുണ്ട് എന്നതാണ് ചോദ്യം. അതുകൊണ്ട് ഇവിടെ പ്രതിപട്ടികയിൽ നിൽക്കുന്നത് കേരളത്തിലെ ഗവൺമെന്റാണ് എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. ജാതീയമായ കാരണങ്ങളാൽ ഒരാൾക്കെതിരെ വിവേചനം കാണിക്കുമ്പോൾ ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം ആ വിവേചനം കാണിച്ച ആൾക്കെതിരെ നടപടിയെടുക്കേണ്ട ഗവൺമെന്റ് വളരെ പെട്ടെന്ന് അവരുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കുന്നതാണ് ഇവിടുത്തെ യഥാർത്ഥത്തിലുള്ളൊരു പ്രശ്നം. അത് നമ്മൾ വളരെ ഗൗരവമായി പൗരസമൂഹം ചർച്ച ചെയ്യേണ്ടതുണ്ട്. കൂടൽമാണിക്യ ക്ഷേത്രത്തിന്റെ പാരമ്പര്യത്തെക്കുറിച്ച് പറയേണ്ടതൊന്നുമില്ല, അത് നമുക്ക് വഴിയെ സംസാരിക്കാം. തീർച്ചയായും ഇതൊരു സാമൂഹിക നീതിക്കെതിരായ കനത്ത വെല്ലുവിളിയും ജാതിയുടെ സംരക്ഷണത്തെ ഉറപ്പുവരുത്തുന്നതുമായ ഒരു നടപടിക്കാണ് തന്ത്രി സമാജവും വാര്യർ സമാജവും ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് എന്നത് കേരളത്തിന് അപമാനകരമായ ഒരു കാര്യമായി മലയാളികൾ മനസ്സിലാക്കേണ്ടതുണ്ട്.
ഈ 21-ാം നൂറ്റാണ്ടിലും ജാതി വാഴണമെന്ന് വിചാരിക്കുന്ന മനുഷ്യവംശത്തിന് തന്നെ അപമാനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുക. ഇത് ഏതെങ്കിലും ജാതിക്കെതിരായ പ്രശ്നമായിട്ടോ ഏതെങ്കിലും ക്ഷേത്രത്തിനെതിരായ പ്രശ്നമായിട്ടോ വിശ്വാസി സമൂഹത്തിൻ്റെ പ്രശ്നമായിട്ടോ ഒന്നും അല്ല ഇതിനെ കാണേണ്ടത്. ശുദ്ധജാതിയാണ് കളിക്കുന്നത്. പിന്നോക്കക്കാരനായതുകൊണ്ട് പുറത്തു പോകണമെന്ന് ആവശ്യപ്പെടുന്നത്. പറ്റില്ല എന്ന് പറയാൻ ഗവൺമെൻറ്റിന് അധികാരമുണ്ട്. ആ അധികാരം വിനിയോഗിക്കണമെന്നാണ് ഞാൻ അക്കാര്യത്തിൽ പറയുന്നത്. ശരി, താങ്കൾ പറഞ്ഞതുപോലെ ഈ കൂടൽ മാണിക്യം ക്ഷേത്രത്തിലെ വിഷയങ്ങൾ സംബന്ധിച്ച കാര്യങ്ങൾ വേറെയും പറയാനുണ്ട്. കാരണം കൂത്തമ്പലത്തില് ജാതി വിലക്കിനെതിരെ വലിയ പ്രതിഷേധം ഉണ്ടാവുകയും കോടതി ആ കാര്യങ്ങളിൽ ഇടപെടുകയും തന്ത്രിയുടെ അനുമതി ഇല്ലാതെ ആചാരം മാറ്റരുത് എന്ന് കോടതി വിധിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള സംഭവങ്ങൾ ഇതിന് മുൻപും ഉണ്ടായിട്ടുണ്ട്. താങ്കൾ പറഞ്ഞതുപോലെ ഈ ചർച്ചയെ വഴിയെ നമുക്ക് ആ കാര്യങ്ങൾ പരിശോധിക്കാം. ശ്രീ കരിമ്പുഴ രാമൻ, ഈ വലിയ നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ, അതായത് പറവൂർ ശ്രീധരൻ തന്ത്രിയുടെ മകൻ പറവൂർ രാകേഷ് തന്ത്രിയൊക്കെ നടത്തിയിട്ടുള്ള നിയമ പോരാട്ടത്തിനൊടുവിലാണ് അബ്രാഹ്മണർക്ക് പൂജ നടത്താനൊക്കെയുള്ള അവകാശങ്ങൾ ഈ നാട്ടിലുണ്ടായത്. ഇപ്പോൾ അതിന്റെ ഭാഗമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ വരുന്ന ക്ഷേത്രങ്ങളിൽ, എത്രയോ ക്ഷേത്രങ്ങളിൽ അബ്രാഹ്മണർ പൂജാരികളായി എത്തുന്നുണ്ട്. ഇതൊരു മാറിയ കാലമാണ്. പുരോഗമന ആശയങ്ങളുടെ വിത്ത് പാകിയിട്ടുള്ള മണ്ണാണ് നമ്മുടെ നാട്. അവിടെ ഒരു കഴകക്കാരനായി, അതും സർക്കാർ നിയോഗിച്ചിട്ടുള്ള റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ നിയമനത്തിലെത്തിയിരിക്കുന്ന ബാലു എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ജാതിയുടെ പേര്, മറ്റൊരു മാനദണ്ഡവും ആ കാര്യത്തിലില്ല, മറ്റെന്തെല്ലാം ന്യായവാദങ്ങൾ അവർ നിരത്തിയാലും ജാതിയുടെ പേരിൽ ഈ തന്ത്രി സമാജവും വാര്യർ സമാജവും ഒക്കെ എതിർപ്പ് രേഖപ്പെടുത്തുന്നു. ഉടൻ തന്നെ അയാളെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നു. ഇത് കേരളത്തിൽ ഈ ക്ഷേത്രാചാരങ്ങളുമായി ബന്ധപ്പെട്ട ജാതി വിവേചനവും ഐത്താചാരവും ഒക്കെ കേരളത്തിൽ നിന്ന് ഇനിയും തുടച്ചു നീക്കപ്പെട്ടിട്ടില്ല എന്നതിൻ്റെ ഏറ്റവും വ്യക്തമായ സൂചനയല്ലേ? നമസ്കാരം. ഇതിൽ അങ്ങനെ നമുക്ക് അങ്ങ് പറഞ്ഞ പോലെ ഇതിനെ കാണാൻ പറ്റില്ല. സണ്ണി ആദ്യം പറഞ്ഞതുപോലെ ഇത് സർക്കാർ ദേവസ്വം ബോർഡ് കൃത്യമായി ചെയ്യേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു. ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ഇതിന് രണ്ട് പെർസ്പെക്റ്റീവ് ഉണ്ട്. ഒന്ന്, നമ്മൾ മാല കെട്ടാനായിട്ടുള്ള കഴകക്കാരനെ ചെണ്ട കൊട്ടാൻ പറഞ്ഞാലുള്ള സ്ഥിതി എന്താണ്? മാരാരെ പിടിച്ച് മാല കെട്ടാൻ പറഞ്ഞാലുള്ള സ്ഥിതി എന്താണ്? അത് നമ്മൾ ആദ്യം ആലോചിക്കുക. ഒരു ജോബ് പ്രൊഫൈൽ, ഒരു പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് തിങ്കിങ് ഇതിൽ കൊണ്ടുവരികയാണെങ്കിൽ മാരാര് ചെണ്ട കൊട്ടുകയും വാര് മാല കെട്ടുകയുമാണ് വേണ്ടത്. അവിടെ ഫെബ്രുവരി എൻഡോടുകൂടി റിക്രൂട്ട്മെൻറ്റ് നടത്തുന്ന ഒരാളെ മാല കെട്ടാൻ നിയോഗിച്ചാലുള്ള സ്ഥിതിയാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. അതിനെതിരെ അമ്പലത്തെ സംബന്ധിച്ചിടത്തോളം ഏർലിയർ കോടതിയിൽ നിന്ന വെർഡിക്റ്റും ഇതിനു മുമ്പ് കണ്ട സാഹചര്യങ്ങൾ നോക്കുകയാണെങ്കിൽ തന്ത്രി പറഞ്ഞ ന്യായം, കഴകത്തിൽ എക്സ്പെർട്ടൈസ് ഇല്ലാത്ത ഒരാളെ കഴകക്കാരനായി കൊണ്ടുവരുമ്പോൾ ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട്, അങ്ങനെ ഒരു പ്രൊഫഷണൽ ഓറിയൻറ്റേഷനോടുകൂടി ഇതിനെ കാണണം. അല്ലാതെ നമ്മൾ എന്തു പറഞ്ഞാലും ഉടനെ ഒരു ജാതീയ ചിന്ത കൊണ്ടുവന്ന് ഒരു അനാവശ്യ ഒരു ഡിബേറ്റ് ഉണ്ടാക്കി അമ്പലത്തെ ശാന്തിയിൽ നിന്ന് അശാന്തിയിലേക്ക് നയിക്കുന്ന ഒരു പ്രവണതയിൽ നിന്ന് നമ്മളുടെ ചിന്ത അല്ല. ശ്രീ കരിമ്പുഴ രാമൻ, അതായത് ഈ കഴകക്കാരൻ എന്ന് പറഞ്ഞാൽ ക്ഷേത്രം പരിചാരകനാണല്ലോ. കഴകക്കാരൻ്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് വിളക്കെടുപ്പാണ്, ശുചീകരണമാണ്, മാലകെട്ടാണ്. ഇത് ഈ ഏതെങ്കിലും തരത്തിൽ ഈ കഴക തസ്തികയിലേക്ക് ഇടിച്ചു കയറി വന്ന ആളല്ല ബാലു. സർക്കാർ ഒരു റിക്രൂട്ട്മെന്റ് ബോർഡുണ്ട്. ആ റിക്രൂട്ട്മെന്റ് ബോർഡ് പരീക്ഷ എഴുതി നടത്തിയിട്ടുള്ള നിയമനമാണ്. അങ്ങനെയാണല്ലോ അവിടെ ഓരോ തസ്തികയിലേക്കുമുള്ള നിയമനങ്ങൾ നടക്കുന്നത്. ആ നിയമനത്തിൽ ഒരാൾ വരുമ്പോൾ അയാൾക്ക് ആ തൊഴിൽ പഠിക്കാനും പരിശീലിക്കാനും അതുവഴി ആ തൊഴിൽ തുടരാനും കഴിയുന്ന സാഹചര്യം ഒരുക്കുകയാണ് ഏത് സംവിധാനത്തിനകത്തും അഭികാമ്യമായ കാര്യം. അങ്ങനെയാണ് ഉണ്ടാകേണ്ടതും. അത് ആ ക്ഷേത്ര ആചാരവുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിലും അതല്ല ഒരു സർക്കാർ ഫയൽ നോക്കുന്ന കാര്യമാണെങ്കിലും അതിനൊരു അവസരം ബാലുവിന് നൽകിയിരുന്നു. അതിനു മുൻപേ എങ്ങനെയാണ് ഈ വാര്യർ സമാജവും തന്ത്രി സമാജവും എതിർപ്പറിയിക്കുക?
അത് ഒരു ചർച്ചയ്ക്ക് വിധേയമാകേണ്ട ഒരു കാര്യമാണ്. നമ്മൾ മാറ്റം എന്ന് പറയുന്നത് മാറ്റത്തിന് മാത്രമാണ് ഇവിടെ മാറ്റമില്ലാത്തത്. ഒരു ചേഞ്ച് കാറ്റലിസ്റ്റായിട്ട് എത്രത്തോളം നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും എന്നുള്ളൊരു ചിന്ത അനിവാര്യമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ 100 കൊല്ലം ആഘോഷിക്കുകയാണ്. ഈ വൈക്കത്തും മറ്റും നടന്ന സത്യാഗ്രഹങ്ങൾ, അയിത്തോച്ചാടനം, ആദിശങ്കരൻ അദ്ദേഹത്തിൻ്റെ അവസാന യാത്രയിൽ ചണ്ടാളനെ കാണുകയും ചണ്ടാളനോട് പറഞ്ഞത് കാര്യങ്ങളെല്ലാം ചിന്തിക്കേണ്ട ഒരു സമയത്താണ് നമ്മുടെ ജീവിതം. ആ സമയത്ത് നമ്മൾ ഒരു തൊഴിൽ കൊടുക്കുമ്പോൾ അതിൻ്റെ പ്രീ റിക്വസ്റ്റ് എന്താണ്, ഇതെല്ലാം അദ്ദേഹം പാലിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ, അമ്പലത്തിൽ തൊഴിൽ കൊടുക്കുമ്പോൾ തന്ത്രിയാണ് ഫൈനൽ എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടെങ്കിൽ ഒന്നെങ്കിൽ തന്ത്രിയുടെ ജോബ് പ്രൊഫൈലിൽ ഒരു മാറ്റം ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഇങ്ങനത്തെയുള്ള ഒരു സാധ്യതകൾ വന്ന് ഒരു അനൈക്യം ഉണ്ടാക്കി നമ്മളുടെ തിങ്കിങ് പ്രോസസ്സിൽ ഒരു ചേഞ്ച് വരുത്താനുള്ള ശ്രമം ഉണ്ടാക്കണം. ഇത് രണ്ടുമില്ലാത്ത സ്ഥിതിക്ക് നമ്മൾ വാരരുടെ പരമ്പരാഗതമായിട്ടുള്ള തൊഴിലിനെ, ഇന്നിപ്പോൾ നമ്മൾ പരമ്പരാഗതമായിട്ടുള്ള പലരുടെ തൊഴിലിനെയും ബാധിക്കുന്ന ഒരു പ്രവർത്തനം നമ്മുടെ ഭാഗത്തുനിന്ന് ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവാറില്ല. അപ്പോൾ അമ്പലത്തിൽ പരമ്പരാഗതമായി വാരർ ചെയ്യുന്നൊരു പണിയാണ് പൂജയ്ക്ക് മാല കെട്ടി കൊടുക്കുക. അതിൻ്റെ ഒരു എക്സ്പെർട്ടൈസ്ഡ് പണിയാണ്. മാല കെട്ടൽ, ഉണ്ടമാല കെട്ടുക, സാധാരണ മാല കെട്ടുക, ഇതെല്ലാം പറഞ്ഞാൽ ഇതെല്ലാം ഒരു എക്സ്പെർട്ടൈസ്ഡ് ജോബുമാണ്. അപ്പോൾ ആ എക്സ്പെർട്ടൈസ്ഡ് ഇല്ലാത്ത ഒരാൾ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമാണ്. ഒന്നെങ്കിൽ അങ്ങ് ആദ്യം പറഞ്ഞ പോലെ ഇതിൻ്റെ ഈ റിക്രൂട്ട് ചെയ്ത ബാലുവിനോ എക്സിനോ വൈക്കോ ആർക്കായാലും ഒരു എക്സ്പെർട്ടൈസ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഈ തന്ത്രിയുടെ ജോബ് പ്രൊഫൈല്, ഇന്നിപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും തന്ത്രിയുടെയാണ് അമ്പലത്തെ സംബന്ധിച്ച് ഫൈനൽ വേർഡ് എന്നൊരു ചിന്ത ഉള്ളവരാണ് നാം എല്ലാവരും. എന്നാൽ തന്ത്രിയല്ല ഇതിൻ്റെ ഫൈനൽ, ദേവസ്വം ബോർഡോ സർക്കാരാണ് ഇതിൻ്റെ ഫൈനൽ വേർഡ് എന്നുള്ളൊരു തീരുമാനം. പക്ഷേ കൂടൽമാണിക്യം ക്ഷേത്രത്തെ സംബന്ധിച്ച് അങ്ങ് നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതിനു മുമ്പുണ്ടായ കോടതി വിധികൾ വളരെ പ്രാധാന്യമാണ്. അത് മറ്റൊരു സംഭവത്തിലായിരുന്നു സ്ഥലങ്ങളിലും കേട്ടോ ഇങ്ങനത്തെ കരിമ്പുഴ രാമൻ, അത് മറ്റൊരു സംഭവത്തിലായിരുന്നു ആ വിധി ഉണ്ടായത്. അത് നമുക്ക് വഴിയെ സംസാരിക്കാം. അത് കൂത്തമ്പലത്തിലെ ജാതി വിലക്കുമായി ബന്ധപ്പെട്ട കാര്യമായിരുന്നു. അവിടെ കൂത്ത് അവതരിപ്പിക്കാൻ അമ്മന്നൂർ ചാക്യാരുടെ കുടുംബാംഗങ്ങൾക്ക് മാത്രമാണ് എന്നതായിരുന്നു കോടതിയുടെ വിധി വന്നത്. ആ കാര്യങ്ങളിൽ താങ്കൾ പറഞ്ഞതുപോലെ തന്ത്രിയുടെ അനുമതി ഇല്ലാതെ ആചാരം മാറ്റരുത് എന്നൊരു കോടതിയുടെ വിധിയും ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ആ വിധി ഈ സന്ദർഭത്തിനും സാഹചര്യത്തിനും യോജിച്ചതാണോ എന്നൊരു അഭിപ്രായം എനിക്കില്ല. നമുക്ക് ഏതായാലും ആ കാര്യം ചർച്ച ചെയ്യാം. ശ്രീ ആർ വി ബാബു, ഈ ജാതിയുടെ പേരിലുള്ള മാറ്റി നിർത്തൽ ബാലു അഭിമുഖീകരിച്ചപ്പോൾ, നേരിട്ടപ്പോൾ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് പറഞ്ഞത് ഈ ദുഷ്ചിന്ത പുലർത്തുന്ന തന്ത്രിമാരെ ആദ്യം നിലയ്ക്ക് നിർത്തുകയാണ് സർക്കാർ ചെയ്യേണ്ടതെന്നാണ്. ശ്രീ സണ്ണി എം കബിക്കാട് ഈ ചർച്ചയിൽ പങ്കെടുത്ത് പറഞ്ഞത് കുറ്റം പറയേണ്ടത് തന്ത്രി സമാജത്തെയോ വാര്യർ സമാജത്തെയോ അല്ല, ദേവസ്വം ബോർഡിനെയാണ്. കൊച്ചി ദേവസ്വം ബോർഡ് ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്, സർക്കാരാണ് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് എന്നാണ്. പക്ഷേ ഈ കാര്യത്തിൽ പ്രതികരണം നടത്തുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ മറ്റൊരു കാര്യം പറഞ്ഞു. ഹിന്ദു ഐക്യത്തിന് തുരങ്കം വയ്ക്കുന്ന കുലം കുത്തികളാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നാണ്. ഈ വിഷയത്തിൻ്റെ ഒരു സ്വഭാവവും ഇതിൻ്റെ രാഷ്ട്രീയവും ശ്രീ ആർ വി ബാബു എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ആദ്യമേ തന്നെ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഏത് മേഖലയിലായാലും ജാതിയുടെ പേരിലുള്ള വിവേചനത്തെ ഞങ്ങൾ ആരും അംഗീകരിക്കുന്നില്ല. ക്ഷേത്രങ്ങളിലായാലും പ്രത്യേകിച്ച് പാല്യം വിളംബരം ഉണ്ടായ മണ്ണാണ് ഈ കേരളം. അതിന് നേതൃത്വം കൊടുത്തത് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ പ്രചാരകനായിട്ടുള്ള മാധവ്ജിയാണ്. അപ്പോൾ ജന്മം കൊണ്ട് ആർക്കും ബ്രാഹ്മണനാവുക എന്നുള്ളതല്ല, കർമ്മം കൊണ്ട് ബ്രാഹ്മണ്യം ആർജിക്കാൻ കഴിയും. അതുകൊണ്ട് കർമ്മം കൊണ്ട് ബ്രാഹ്മണനാകുന്ന ആർക്കും ക്ഷേത്രത്തിലെ ഏത് പ്രവൃത്തിയും നിർവഹിക്കുന്നതിന് തടസ്സമില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു കാലഘട്ടത്തിന് ശേഷം എത്രയോ പതിറ്റാണ്ടുകൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. അപ്പം അതുകൊണ്ട് പാല്യം വിളംബരത്തിൻ്റെ അന്തസത്ത ഉൾക്കൊള്ളാത്ത ഒരു നിലപാടിനും അംഗീകരിക്കാൻ ഹിന്ദു ഐക്യവേദിക്കോ സംഘപരിവാർ സംഘടനകൾക്കോ സാധ്യമല്ല.
ജാതിയെ ഈ വിഷയത്തെ ഗോപികൃഷ്ണൻ നമ്മൾ സമീപിക്കുമ്പോൾ ഈ ഡിസ്പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് എല്ലാത്തിലും നമ്മൾ ഈ ജാതി 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 എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത് എത്രമാത്രം ശരിയാണെന്ന് ആലോചിക്കണം. ഇപ്പോൾ ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകൾ ഇപ്പോൾ നമ്മൾ ഈ ജാതിയുടെ പേരിലുള്ള പ്രശ്നങ്ങളെയൊക്കെ അഡ്രസ്സ് ചെയ്തിട്ടുള്ള ആൾക്കാർ, ക്ഷേത്രവിശ്വാസികൾ, ഹിന്ദു ധർമ്മത്തിൽ വിശ്വസിക്കുന്നവർ, അങ്ങനെ അതാണ് ചരിത്രം. നമുക്ക് വൈക്കം സത്യാഗ്രഹം നയിച്ച ആളുകളെ നോക്കിക്കഴിഞ്ഞാൽ 99% ആളുകളും ക്ഷേത്രവിശ്വാസികളായിരുന്നു, ഹിന്ദു ധർമ്മത്തിൽ വിശ്വസിക്കുന്നവരായിരുന്നു. അത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് വിശ്വസിക്കുകയും ക്ഷേത്ര ആചാരങ്ങളും അനുഷ്ഠാനങ്ങളെ സംബന്ധിച്ച് നല്ല ബോധ്യമുള്ള ആളുകളാണ്. വൈക്കം സത്യാഗ്രഹമായാലും ഗുരുവായൂർ സത്യാഗ്രഹമാണ് ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടി നടത്തിയ സമരം. വൈക്കം സത്യാഗ്രഹം ക്ഷേത്രപ്രവേശന സമരമായിരുന്നില്ലല്ലോ. അപ്പോൾ അതൊക്കെ ചെയ്തത് ക്ഷേത്രവിശ്വാസികളാണ്. അവർക്ക് ക്ഷേത്രത്തോട് താല്പര്യം ഉണ്ടായിരുന്നു, ക്ഷേത്രം നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ഹിന്ദു സമൂഹത്തിന് ഏകീകരണത്തിന് തടസ്സമായി നിൽക്കുന്ന ജാതീയമായ തൊട്ടുകൂടായ്മയും അയിത്തവും അനാചാരവും ഒക്കെ മാറണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് അവർ ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഈ കുടൽമാണിക്യം ക്ഷേത്രമായാലും ഏത് ക്ഷേത്രമായാലും ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ജാതിയുടെ പേരിലുള്ള ഒരു വിവാദം ഉണ്ടാകുമ്പോൾ അത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ്, അതുണ്ടാകാൻ പാടില്ലാത്തതാണ്. ഇവിടെ പ്രശ്നം ഒന്നാമത്തെ പ്രതി ദേവസ്വം ബോർഡാണ് എന്നുള്ള അഭിപ്രായം തന്നെയാണ് ഞങ്ങൾക്കും. ദേവസ്വം ബോർഡ് ആണ് ഈ വിഷയത്തിൽ ഒന്നാം പ്രതി. കാരണം ദേവസ്വം ബോർഡ് സത്യത്തിൽ ആദ്യത്തെ ദിവസങ്ങളിലൊന്നും ദേവസ്വം ബോർഡ് ജാതിയാണ് ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞില്ല. പിന്നീടാണ് ദേവസ്വം ബോർഡിൻ്റെ പ്രതിനിധികൾ ചിലർ ജാതിയാണ് ഇതിൻ്റെ പ്രശ്നം എന്ന് പറയാൻ തുടങ്ങിയത്. അതായത് തന്ത്രിമാർ ജാതിയുടെ പേരിലാണ്. ഇപ്പോഴും പരസ്യമായ ഒരു പ്രതികരണം ജാതിയുടെ അടിസ്ഥാനത്തിൽ തന്ത്രിമാർ പറഞ്ഞതുകൊണ്ടാണ് ബാലുവിനെ ഓഫീസിലേക്ക് മാറ്റിയത് എന്നൊരു ഔദ്യോഗികമായ പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ. അപ്പോൾ ദേവസ്വം ബോർഡ് ഒളിച്ചു കളിക്കുകയാണ്. സത്യത്തിൽ യഥാർത്ഥത്തിൽ എന്താ പ്രശ്നം? അവിടെ ജാതിയുടെ പേരിലുള്ള ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ തീർച്ചയായും അത് തന്ത്രിമാർ ചെയ്ത് തെറ്റാണ്. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ജാതിയുടെ പേരിൽ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ബാലു കിട്ടിയ മാല സ്വീകരിക്കാൻ ദേവന് ചാർത്താൻ തയ്യാറായില്ല എന്നുള്ളൊരു വാർത്തയുണ്ട്. അത് അങ്ങനെ ഒരു വാർത്ത ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും അതിനെ അംഗീകരിക്കാൻ പാടില്ല, അതിനെ അംഗീകരിക്കാൻ സാധ്യമല്ല. പക്ഷെ മറ്റൊരു വശം കൂടി നമ്മൾ ചർച്ച ചെയ്യണം ഗോപികൃഷ്ണൻ. കാരണം ഓരോ ക്ഷേത്രവും ആ ക്ഷേത്രത്തിൻ്റെ വിശ്വാസവും ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. കുടൽമാണിക്യം ക്ഷേത്രം കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ അല്ല. അതിൻ്റെ ഇൻട്രോ പറഞ്ഞപ്പോൾ ഗോപികൃഷ്ണൻ അങ്ങനെ പറഞ്ഞു കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെയാണ്. അല്ല, അത് കുടൽമാണിക്യം ദേവസ്വം സെപ്പറേറ്റ് ദേവസ്വമാണ്. ആ ദേവസ്വം ഉണ്ടായത് തന്നെ കുറച്ച് കാലങ്ങളേ ആയിട്ടുള്ളൂ. അത് യഥാർത്ഥത്തിൽ കൊച്ചി രാജ്യത്ത് തിരുവിതാംകൂറിൻ്റെ ക്ഷേത്രമായിട്ടാണ് നിലനിന്നിരുന്നത്. കൊച്ചി രാജ്യത്ത് തിരുവിതാംകൂറിൻ്റെ, അതിന് വേറെ ചരിത്രം, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഒടുവിൽ തച്ചുടക്കൈമളുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു ക്ഷേത്രമാണ്. അവിടെ നിന്നാണ് സർക്കാർ ഏറ്റെടുക്കുന്നത്. ആദ്യം കളക്ടറായിരുന്നു അതിൻ്റെ ചെയർമാൻ, പിന്നീട് ഒരു സ്വതന്ത്ര ഗുരുവായൂർ ദേവസ്വം പോലെ സ്വതന്ത്രമായൊരു ദേവസ്വം ഭരിക്കുന്ന സർക്കാർ നിയമിക്കുന്ന ഒരു ദേവസ്വം കമ്മിറ്റിയാണ് നിലവിൽ വരുന്നത്. അപ്പോൾ ഇവിടെ പഴയ കാലം മുതൽ തന്നെ, അതായത് തിരുവിതാംകൂറിൻ്റെ കയ്യിലേക്ക് ക്ഷേത്രം വരുന്നതിന് മുൻപ് തന്നെ ഈ കുടുംബങ്ങൾക്ക് ചില അവകാശങ്ങൾ ആ ക്ഷേത്രത്തിലുണ്ട്. കുടുംബങ്ങൾക്ക് ആ അവകാശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ നേരത്തെ ഗോപികൃഷ്ണൻ പറഞ്ഞ പോലെ അവിടെ കൂത്തിനുള്ള അവകാശം ഒരു കുടുംബത്തിനാണ്. ആ അവകാശത്തെ സംബന്ധിച്ചാണ് ഒരു കേസ് പോയത്. ആ കുടുംബത്തിന് അനുകൂലമായ വിധി ഉണ്ടായത്. അപ്പോൾ അത് ശരിയോ തെറ്റോ അത് വേറെ വിഷയം. പക്ഷേ അങ്ങനെയുള്ളൊരു അവകാശം ഈ പറയുന്ന കുടൽമാണിക്യം ക്ഷേത്രത്തിൽ പല കുടുംബങ്ങൾക്കുണ്ട്. കൂത്തിനുള്ള അവകാശമുണ്ട്, കഴകക്കാരനുള്ള അവകാശമുണ്ട്, കാരായ്മയ്ക്കുള്ള അവകാശമുണ്ട്. അപ്പോൾ ഇടക്കാലത്ത് ഉണ്ണായി വാര്യർ എന്ന് പറയുന്ന കുടുംബത്തിനാണ് കഴകം ഉണ്ടായിരുന്നത്. ഉണ്ണായി വാര്യരുടെ കുടുംബത്തിലെ കഴകം നിവൃത്തി മുന്നോട്ട് പോകാൻ ആളില്ലാതെ വന്നപ്പോൾ അവർ ദേവസ്വം ബോർഡിനോട് ആവശ്യപ്പെട്ടു പകരം സംവിധാനം ഉണ്ടാവണം എന്നൊക്കെ അവർ ആവശ്യപ്പെട്ടു. പക്ഷെ അത് താൽക്കാലികമായിട്ടുള്ളൊരു സംവിധാനമായിട്ടാണ്, അത് എഴുതി കൊടുത്തൊരു അവകാശമായിട്ടല്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചുള്ളൊരു കേസ് ഇപ്പോൾ നിലവിൽ ഹൈക്കോടതിയുണ്ട്. ഈ അവകാശം ആർക്കാണ്, ദേവസ്വത്തിനാണോ ഞങ്ങൾക്കാണോ എന്നുള്ള കേസ് പോലും ദേവസ്വത്തിലുണ്ട്. അപ്പോൾ ഈ വിഷയത്തെ ഞാൻ പറഞ്ഞത്, നമ്മളിതിനെ ജാതിയുടെ പേരിലുള്ള വിവേചനം എന്നൊക്കെ പറഞ്ഞ് അതിനെ വലുതാക്കുന്നത് അത്ര കണ്ട് ശരിയല്ല. ഇതിനെ നമുക്ക് കുറച്ചുകൂടി അവധാനതയോടെ ഈ വിഷയത്തെ കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ല, അപ്പോഴും ശ്രീ ആർ വി ബാബു, എനിക്ക് മനസ്സിലാകാത്ത കാര്യം, ജാതിയുടെ പേരിലുള്ള വിവേചനം അല്ലെങ്കിൽ പിന്നെ അവിടെ നടന്നത് എന്താണ്? അത് ഞാൻ ജാതിയുടെ പേരിലുള്ള വിവേചനമാണോ അല്ലേ എന്നുള്ളത് ദേവസ്വം ബോർഡ് വ്യക്തമാക്കണം. അതുകൊണ്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ജാതിയുടെ പേരിലുള്ള വിവേചനമാണോ, ദേവസ്വം ബോർഡ് കൃത്യമായിട്ട് വ്യക്തമാക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ദേവസ്വം ബോർഡ് ഈ ജാതിയുടെ പേരിലുള്ള വിവേചനം എടുത്ത തന്ത്രിമാർക്കെതിരെ കേസ് കൊടുക്കാൻ തയ്യാറാവണം. നമ്മുടെ നാട്ടിൽ ജാതി ദേവസ്വം ബോർഡ് അത് സമ്മതിക്കില്ലല്ലോ. ഇപ്പൊ അവർ തന്നെ പറഞ്ഞത് തൊഴിലുമായി ബന്ധപ്പെട്ട
ചില ക്രമീകരണങ്ങളുടെ ഭാഗമായി അങ്ങനെ ഒരു ബാലുവിനെ എടുക്കാൻ ഓഫീസിലേക്ക് പാടില്ല. മാറ്റി എന്നാണല്ലോ. ഇപ്പൊ ദേവസ്വം ബോർഡിന് അത് പറയാൻ പറ്റില്ല, കാരണം ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് അത് ഒളിച്ചുകളിയല്ലേ? അല്ല, റിക്രൂട്ട്മെന്റ് ബോർഡാണ് ഈ അത് നിയമനം ഒളിച്ചുകളിയല്ലേ? നടത്തിയിരിക്കുന്നത്. ഒരൊറ്റ സെക്കൻഡ് ശ്രീ ആർ വി ബാബു, ഒളിച്ചുകളിയല്ലേ? ഞാൻ ചോദ്യം ഒന്ന് ദേവസ്വം മുഴുപ്പിക്കാം. ബോർഡ് അതായത് ഒളിച്ചുകളി അവരതൊരിക്കലും സമ്മതിക്കാൻ പോകുന്നില്ല. ഇപ്പൊ മനുഷ്യാവകാശ കമ്മീഷൻ ഈ കാര്യത്തിൽ സ്വമേധയാ കേസെടുത്ത് അവരിൽ നിന്ന് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരത് സമ്മതിക്കാൻ പോകുന്നില്ല. പക്ഷെ ഫലത്തിൽ എന്താണ്? ഈ വാര്യർ സമാജവും തന്ത്രി സമാജവും എതിർപ്പറിയിക്കുന്നു. എതിർപ്പ് എന്തുകൊണ്ടാണ് എന്നതാണ് ഇതിലെ പ്രശ്നം. പിന്നാക്കക്കാരനായ ഒരാൾ കഴകക്കാരനായി വരുന്നു, അയാൾ കെട്ടിയ മാല ദേവന് ചാർത്തുന്നതിൽ ഇവർ എതിർപ്പ് പ്രകടിപ്പിക്കുന്നു, അവർ നിസ്സഹകരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അയാളെ മാറ്റുന്ന നടപടിയിലേക്ക് കടക്കുന്നു. നമ്മുടെ മുന്നിലുള്ള വിവരങ്ങൾ ഇതാണ്. അങ്ങനെ പറയുമ്പോൾ ജാതി വ്യവസ്ഥയല്ലാതെ, ജാതി വിവേചനമല്ലാതെ മറ്റൊരു കാരണം ഇതിന് പിന്നിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. നമുക്കറിയാമല്ലോ, മന്ത്രിയായിരുന്നപ്പോൾ കെ രാധാകൃഷ്ണന് വിളക്ക് കൈമാറേണ്ടി വന്നപ്പോൾ, വിളക്ക് കൊളുത്താനുള്ള ആ കൈവിളക്ക് കൈമാറേണ്ടി വന്നപ്പോൾ അത് താഴെ വെച്ച് എടുത്തോളാൻ പറഞ്ഞ് അദ്ദേഹം അതിന് വിസമ്മതിച്ച ഒരു അനുഭവം നമ്മുടെ മുന്നിൽ. അങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ ശ്രീ ആർ വി ബാബു നമ്മൾ അറിയുന്നതും അറിയാത്തതുമായി ഇപ്പോഴും നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നു. കെ രാധാകൃഷ്ണന്റെ സംഭവമൊക്കെ ഒരു നരേറ്റീവാണ് ഗോപീഷൻ. അത് അവിടുത്തെ ആളുകൾ അവിടെ അന്വേഷിച്ചാൽ അറിയാം. അത് ശ്രീകോവിലിൽ നിന്ന് പകർന്നു കൊണ്ടുവന്ന വിളക്ക്, അത് മേൽശാന്തി നേരിട്ട് പകർത്തുന്ന സംവിധാനമാണ് അവിടെ നേരത്തെ ഉള്ളത്. അത് മറ്റാരുടെയും കയ്യിൽ കൊടുക്കാറില്ല. അതിനെ ജാതിയായിട്ട് ഇതെല്ലാം ജാതിയായിട്ട് ബന്ധിപ്പിക്കുന്നതിന് ചില ഉദ്ദേശങ്ങളുണ്ട്, ചില താല്പര്യങ്ങളുണ്ട്. ഞാനതാ പറഞ്ഞത്, ചില താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഇവിടുത്തെ പ്രശ്നം നോക്കൂ. ഇവിടുത്തെ വിഷയത്തിൽ ഇപ്പം നിങ്ങൾ പറഞ്ഞു വാര്യർ സമാജം അല്ലെങ്കിൽ യോഗക്ഷേമ സഭ ചില നിലപാടുകൾ പറഞ്ഞു. അത് ജാതിയുടെ പേരിൽ പറ്റില്ല എന്ന് പറഞ്ഞു. ജാതിയുടെ പേരിൽ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറ്റകരമാണെന്ന് ഞാൻ പറഞ്ഞത്. അത് കുറ്റകരമാണ്, അതൊരു കാരണവശാലും അംഗീകരിക്കാൻ സാധ്യമല്ല. പക്ഷേ അവരുടെ അവകാശവാദം അത് മാത്രമല്ല, അവർ പറയുന്ന ന്യായം. ഇപ്പൊ ഇവിടെ നമ്മൾ കണ്ടെത്തുന്നത് ചില വിവരങ്ങളാണ്. ഞാൻ പറഞ്ഞു, അതുകൊണ്ട് ദേവസ്വം ബോർഡ് ഔദ്യോഗികമായി പ്രസ്താവന നടത്തിയിട്ടുണ്ടോ? ജാതിയാണ് കാരണം എന്ന് പറഞ്ഞുകൊണ്ട് ദേവസ്വം ബോർഡ് പ്രസ്താവന നടത്തിയിട്ടുണ്ടോ? അപ്പൊ മറ്റെന്ത് കാരണം കൊണ്ട് മാറ്റി എന്നുള്ളതിന് വ്യക്തമാക്കേണ്ടത് ദേവസ്വം ബോർഡാണ്. ദേവസ്വം ബോർഡ് ഒരു ക്രമീകരണം നടത്തിയെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ഊഹിക്കുകയാണ് ഇങ്ങനെയാണ്, അതുകൊണ്ടാണ് ജാതിയാണെന്നൊക്കെ. എന്നാൽ മറുഭാഗത്തൊരു വാദമുണ്ട്. ആ വാദം എന്താണ്? ആ വാദം കാലങ്ങളായിട്ടുള്ള കരായ്മ അവകാശം ഞങ്ങൾക്കാണ്. ആ അവകാശം ദേവസ്വം ബോർഡ് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു. ആ അവകാശം തന്ത്രിയുമായിട്ട് ആലോചിച്ച് ചെയ്യേണ്ടതാണ്. തന്ത്രിയുടെ അവകാശം കവർന്നെടുത്ത് ദേവസ്വം ബോർഡ് ഒരാളെ അങ്ങ് നിയമിക്കുന്നു. അപ്പോൾ അവിടെ ഒരു തൊഴിൽ തർക്കമാണോ ഉള്ളത്? നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പഠിക്കും. ഞാൻ അല്ലല്ല ശ്രീ ആർ വി ബാബു, താങ്കൾ ആ പറഞ്ഞ ഭാഗം ശരിയാണ്. കാരണം അങ്ങനെ ഒരു ബോധപൂർവമായ ഒരു ശ്രമം ഈ കാര്യത്തിൽ ഉണ്ടാകുന്നു എന്ന ആക്ഷേപം അവിടുത്തെ ദേവസ്വം ഭരണസമിതിയിലെ തന്ത്രി പ്രതിനിധി തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. ഞാൻ അതുമായിട്ടാണ് ഞാൻ ആ വിവരവുമായിട്ട് ഞാൻ ശ്രീ സി കെ വിദ്യാസാഗറിന്റെ അടുത്തേക്ക്. ശ്രീ സി കെ വിദ്യാസാഗർ, ഇല്ല മനസ്സിലായി. ശ്രീ സി കെ വിദ്യാസാഗർ, ഇത് ജാതിയുടെ പേരിലുള്ള വിവേചനമാണെന്നും ഇത്തരം ദുശ്ചിന്ത പുലർത്തുന്ന തന്ത്രിമാരെ സർക്കാർ നിലക്കി നിർത്തണം എന്നുമാണ് ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിച്ചത്. പക്ഷേ ഈ തന്ത്രി പ്രതിനിധി, അതായത് ദേവസ്വം ഭരണസമിതിയിലെ തന്ത്രി പ്രതിനിധി പറയുന്നു, കഴകം നിയമനം സംബന്ധിച്ച കാര്യങ്ങൾ, അതിലെ നിയമനവുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ ഉണ്ടാകുന്നു. ദേവസ്വം ചട്ടങ്ങൾ മറികടന്നാണ് ഈ നിയമനം ഉണ്ടായിരിക്കുന്നതെന്നും കാരായ്മ വ്യവസ്ഥയെ ലംഘിച്ചുകൊണ്ട് നടത്തിയ നിയമനമായതുകൊണ്ടാണ് തങ്ങൾ എതിർപ്പ് അറിയിച്ചതെന്നുമാണ് നെടുമ്പള്ളി തരനെല്ലൂർ ഗോവിന്ദൻ നമ്പൂതിരിപ്പാട് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ഈ ഭരണസമിതിയിലെ തന്ത്രി പ്രതിനിധിയാണ്. അങ്ങനെയാണെങ്കിൽ അത് നേരത്തെ ശ്രീ ആർ വി ബാബു ഒക്കെ പറഞ്ഞതുപോലെ ഒരു തൊഴിൽ തർക്കം എന്ന നിലയിൽ, അതായത് പാരമ്പര്യം കാത്തുസൂക്ഷിക്കാൻ തീരുമാനിക്കുന്ന അല്ലെങ്കിൽ അതിന് അവകാശപ്പെട്ട തന്ത്രിമാർ അവർ പറയുന്നു ഇത് ആചാര ലംഘനമായി മാറുന്നു, ഇത് ശരിയായ രീതിയിൽ ഈ തൊഴിൽ ചെയ്യാൻ പര്യാപ്തനായ ആളല്ല എത്തിയിരിക്കുന്നു എന്ന വാദം അവർ ഉന്നയിക്കുന്നു. കാരായ്മ വ്യവസ്ഥ ലംഘിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. ആ നിലയ്ക്ക് കൂടി നോക്കിക്കാണേണ്ടുന്ന ഒരു പ്രശ്നമാണോ കൂടൽമാണിക്യത്തിലെ പ്രശ്നം? ഇത് പലരും വിഷയത്തെ പരവതാനിക്കടിയിൽ മൂടിയിടാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ശ്രമം, അതാണ് ഇത്തരത്തിലുള്ള ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരുതരം വ്യാഖ്യാനങ്ങളും ദുർവ്യാഖ്യാനങ്ങളും എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. ഇത് വളരെ സ്പഷ്ടമായിട്ടും ഒരു ഈഴവൻ കഴകത്തിൻ്റെ ജോലി ചെയ്യാൻ യോഗ്യനല്ല എന്ന മട്ടിൽ ഉള്ള ഒരു ചിന്ത, അതിന് തന്ത്രിമാർ ആ ശാഠ്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം. അങ്ങനെ തന്ത്രിമാർക്ക് ശാഠ്യം പിടിച്ചുകൊണ്ട് നിൽക്കാൻ കഴിയുന്ന ഒരു മേഖലയല്ല അത്. തന്ത്രിമാരെ സംബന്ധിച്ചിടത്തോളം കൂടൽമാണിക്യം ദേവസ്വം നിയമത്തിൽ തന്നെ പറയുന്നത്, അതായത് സ്പിരിച്വൽ ആൻഡ് റിലീജിയസ് മാറ്റേഴ്സ്, അതിൽ തന്ത്രിമാരുടെ വാക്കുകളാണ്
തന്ത്രിമാരുടെ അഭിപ്രായങ്ങളാണ് സ്വീകരിക്കപ്പെടേണ്ടത്. എന്നാൽ സെക്ഷൻ 35 ഈ ദേവസ്കൂടൽമാണിക്യം ആക്ടിൽ വളരെ വ്യക്തമാക്കുന്നുണ്ട്. അതിൻ്റെ 2 വാക്ക് ഇതാണ്: വിത്ത് റെഫറൻസ് ടു റിലീജിയസ് ഓർ സ്പിരിച്വൽ മാറ്റേഴ്സ് പെർട്ടേണിംഗ് ടു ദ ദേവസ്വം ദ തന്ത്രി ടു ബി ഫൈനൽ അതോറിറ്റി. ഇവിടെ എന്താണ്? ഇവിടെ ദേവന് ചാർത്തേണ്ട മാല കെട്ടാൻ പിന്നോക്കക്കാരനായ ഈഴവൻ മാല കെട്ടണം. അങ്ങനെ മാല കെട്ടിയാൽ അത് കുഴപ്പമാവും, ദേവൻ്റെ ചൈതന്യം തന്നെ കുഴപ്പമായേക്കും, അപകടമാവും എന്നൊക്കെ തന്ത്രിമാർ പറഞ്ഞു തുടങ്ങിയാൽ അവർ ഈ 21-ാം നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് എന്നത് വിസ്മരിച്ചുകൊണ്ടുള്ള ഒരു വർത്തമാനമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരിക്കലും അംഗീകരിക്കാൻ പാടുള്ളതല്ല. ഇനി വേറൊരു വകുപ്പുണ്ട് കേട്ടോ ഈ ആക്റ്റിൽ. ഞാൻ ഈ കൂടൽമാണിക്യം ആക്ട് നോക്കാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടില്ല. ഇന്നിപ്പോൾ ചർച്ചയിൽ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അതൊന്ന് പരിശോധിക്കുകയായിരുന്നു. അതിൻ്റെ 4-ാം വകുപ്പിൽ ഈ തന്ത്രി ഈ ഭരണസമിതിയുടെ ഒരിടത്ത് നോമിനേറ്റ് ചെയ്യപ്പെടണം, ഒരു തന്ത്രി ഉണ്ടാവണം. ആ തന്ത്രി അവരെല്ലാം ഒരു സത്യപ്രതിജ്ഞാവാചകം ചെയ്യണം, ഒരു സത്യപ്രതിജ്ഞ. ആ സത്യപ്രതിജ്ഞതയിൽ അതാണ്: ഐ ഡു സ്വയർ ഇൻ ദ നെയിം ഓഫ് ഗോഡ് Hindu that I profess Hindu religion and believe in temple worship and I do not believe in the practice of untouchability. തന്ത്രി ഉൾപ്പെടെ ഈ ഭരണസമിതിയിൽ അംഗമാകുന്നവർ ചാർജ് എടുക്കുന്നതിന് മുൻപ് നടത്തേണ്ട ഒരു സത്യപ്രതിജ്ഞാ വാചകത്തെ പറ്റിയാണ് ഞാൻ സൂചിപ്പിച്ചത്. അപ്പോൾ ഇത് അൺടച്ചബിലിറ്റി അല്ലാതെ എന്തുട്ടാണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. വാര്യസമാജക്കാർ മാല കെട്ടിയാൽ മാത്രമേ ദേവന് ശോഭയാവുള്ളൂ. ഒരു സാധാരണ ഈഴവൻ കെട്ടിയാൽ അവന് അത് ദേവന് സ്വീകാര്യമാവുകയില്ല എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ എൻ്റെ ഓർമ്മയിലേക്ക് വരണത് പണ്ട് ഗുരുവായൂരിൽ ഒരു പ്രസാദകൂട്ടുണ്ട്, ബ്രാഹ്മണർക്ക് വേണ്ടിയിട്ടുള്ള പ്രസാദകൂട്ട്. ആ പ്രസാദകൂട്ട് നടന്ന കാലത്തെക്കുറിച്ച് എനിക്ക് ഓർമ്മ വരും. 1983 തോന്നുന്നു. അതിനെതിരെ ഇവിടെ തിരുവനന്തപുരത്ത് നിന്ന് കാൽനടയായിട്ട് കുറേ വിപ്ലവകാരികൾ ഇത് മാറ്റണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഗുരുവായൂരിലേക്ക് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് നിന്ന് ജാഥയായിട്ട് നടന്നുപോയ ഒരു സംഭവമുണ്ട്. എനിക്ക് പരിചയമുണ്ടായിരുന്ന ഒരു ദളിത് നേതാവ്, അദ്ദേഹത്തിൻ്റെ പേരിതാ എൻ്റെ നാവിലിപ്പോൾ വരുന്നില്ല, കല്ലറ സുകുമാരൻ ആ ജാഥ നടത്തിയത് ആ കാലത്ത് SNDP യോഗം അന്നെടുത്ത ഒരു നിലപാടുണ്ട്. ഈ കല്ലറ സുകുമാരൻ്റെ ജാഥയ്ക്ക് മുഴുവൻ SNDP യോഗവും ശാഖകളും അവർ കടന്നു പോകുന്നിടത്തെല്ലാം സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവരെ സഹായിക്കണം, ഈ ജാഥ വിജയിക്കണം, അത് എന്ത് ലക്ഷ്യത്തോടു കൂടിയാണോ നടക്കുന്നത് അതവിടെ പാലിക്കപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ട് നിലപാടെടുത്തതിനെപ്പറ്റി ഞാൻ ഓർമ്മിക്കുക. ഞാനന്നൊരു ചെറുപ്പക്കാരനായ യോഗം കൗൺസിലറായിട്ട് അന്ന് SNDP യോഗത്തിൻ്റെ ഭരണസമിതിയിലുണ്ടായിരുന്ന ഒരു കാലമാണ് 1983. അപ്പോൾ 1983 അവിടെ ബ്രാഹ്മണരുടെ പ്രസാദകൂട്ട് അവർക്ക് മാത്രമേ അവിടെ പ്രവേശനമുള്ളൂ. അവിടെ കയറിയിരുന്നു ഒരു സന്യാസി. ആ സന്യാസി വാസ്തവത്തിൽ ബ്രാഹ്മണനേക്കാളും വലിയ കേമനായിരുന്നു, അങ്ങനെ ഷേണായി ആയിരുന്നു. സ്വാമി ആനന്ദ തീർത്ഥർ ശ്രീനാരായണ ഗുരുദേവൻ്റെ MA ബിരുദക്കാരനായിട്ട് ശ്രീനാരായണ ഗുരുദേവനിൽ നിന്ന് അവസാനമായി സന്യാസ ദീക്ഷ സ്വീകരിച്ച ആ വലിയ സന്യാസി അങ്ങനെ ദേവസ്വം ബോർഡ് പിടിച്ച് പുറത്താക്കി, അടിയും കൊടുത്തു. ഇത് സംഭവം കേരളത്തെ മുഴുവൻ പിടിച്ചുലച്ചതാണ്. ഇത് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഈഴവൻ മാല കെട്ടാൻ ചെന്നാൽ അവനിട്ട് തല്ലി പുറത്താക്കാം എന്ന രീതിയിലൊക്കെ ആരെങ്കിലുമൊക്കെ കരുതുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇനിയുള്ള കാലത്ത് നടക്കാൻ പോകുന്നില്ല. തമാശ തോന്നി. അദ്ദേഹം ശ്രീ CK വിദ്യാസാഗർ പറഞ്ഞു തീർന്നിട്ട് ഞാൻ താങ്കൾക്ക് പറയാനുള്ള അവസരം ഉറപ്പായും തരാം. ഏകപക്ഷീയമല്ലല്ലോ ഈ ചർച്ച. അല്ല, ഈ ഭരതൻ അവിടുത്തെ പ്രതിഷ്ഠ ശ്രീരാമന്റെ സഹോദരൻ ഭരതനാണ്. അതായത് രാജ്യഭാരത്തിന്റെ അധികാരം കൈവെള്ളയിൽ വെച്ച് കൊടുത്തപ്പോ അത് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് തിരസ്കരിച്ചിട്ട് ജ്യേഷ്ഠന്റെ പാതകം വെച്ച് അധികാരം ഏറ്റെടുക്കാൻ വിസമ്മതിച്ച ആ ദേവനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന അമ്പലത്തിൽ മാല കെട്ടാനുള്ള അധികാരം പോലും വേറൊരാൾക്ക് കൈമാറാൻ കൊടുക്കാൻ പറ്റില്ല എന്നുള്ളൊക്കെ ശാഠ്യമുണ്ടല്ലോ. അതൊക്കെ ഈ നൂറ്റാണ്ടുകളായി ശീലിച്ച ശാഠ്യങ്ങളാണ്. കാലദേശോചിതം കർമ്മം ധർമ്മം അതെല്ലാവരും ഓർമ്മിക്കുന്നത് നല്ലതാ.
കാലത്തിനും ദേശത്തിനും മനുഷ്യന് അനുസരിച്ച് ധർമ്മങ്ങൾ, ശരിയായ രീതികൾ, അതാണ് ധർമ്മം. അതിലേക്ക് നടന്നെടുക്കാനായിട്ട് സമൂഹം തയ്യാറാകണം. അത് വാര്യ സമാജമായാലും തന്ത്രി സമാജമായാലും ഏത് മനുഷ്യരായാലും. ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അൺടച്ചബിലിറ്റി. ഐ വോണ്ട് പ്രാക്ടീസ് ഇറ്റ് എന്ന് സത്യപ്രതിജ്ഞ ചെയ്തിട്ട് കയറിയിരിക്കുന്ന തന്ത്രിയാണ് പറയുന്നത്, ഈഴവനെ വെച്ചാൽ കുഴപ്പമാണ്, അയാളെ മാറ്റിക്കോ, ഇല്ലെങ്കിൽ ഞങ്ങളിവിടെ പണിമുടക്കും. തന്ത്രിമാർ പണിമുടക്കാൻ പോണു. ലോകത്ത് ആദ്യം കേൾക്കുക. എന്തൊരു ഫലിതമാണിത്, എന്തൊരു തമാശാണ് ഇതൊന്നും വെച്ചു പൊറപ്പിക്കാനായിട്ട് കഴിയുകയില്ല. ഈ രാജ്യത്തെ പിന്നോക്കക്കാരും അധസ്ഥിത വിഭാഗങ്ങളും ഇതിനെതിരെ വളരെ ശക്തമായി പ്രതികരിക്കും. അതുകൊണ്ട് ഇതൊക്കെ വഷളാകാതെ അത്യാവശ്യം മാന്യമായ രീതിയിൽ കാര്യങ്ങൾ അവസാനിപ്പിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചാൽ അതെല്ലാവർക്കും നല്ലതാവും. അതല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ പ്രത്യാഘാതം വളരെ മോശമാകും എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. ശരി ശ്രീ സി കെ വിദ്യാസാഗർ, ശ്രീ കരിമ്പുഴ രാമൻ, താങ്കൾക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ഉറപ്പായും താങ്കൾക്ക് അവസരം തരാം. ചർച്ചയിലേക്ക് വീണ്ടും ശ്രീ കരിമ്പുഴ രാമൻ, താങ്കൾ എന്താണ് നേരത്തെ പറയാൻ ശ്രമിച്ചത്? നമസ്കാരം. ഇതിനെ നമ്മൾ ഒരു ആൻറ്റി വാര്യരെന്നോ ആൻറ്റി ബ്രാഹ്മിൻ എന്നോ ആൻറ്റി നായരെന്നോ ആൻറ്റി ഈഴവ എന്നോ എന്നുള്ള ചിന്ത കൊണ്ടുവരാതെ, ജാതി ചോദിക്കുന്നില്ല സോദരി, ചോദിക്കുന്നു നീർനാവു വരണ്ടകോ, ഭീതി വേണ്ട തരീകതെനിക്കു നീ എന്ന് പറഞ്ഞ ആശാന്റെ ബുദ്ധഭിക്ഷുവിൻ്റെ ആശയത്തെ ഉൾക്കൊള്ളുന്നവരാണ് കേരളീയർ. കേരളത്തിൽ ഫ്ലവറും ഫ്രൂട്ട്സിൻ്റെ മാർക്കറ്റ് നോക്കിയാൽ 90% ഫ്ലവർ മാർക്കറ്റ് ഇസ്ലാം സഹോദരന്മാരുടെ കയ്യിലാണ്. ഈ ഇസ്ലാം സഹോദരന്മാർ കൊണ്ടുവരുന്ന പൂവാണ് ഇന്ന് കേരളത്തിലെ പല ജില്ലകളിലും അമ്പലങ്ങളിൽ പൂജിക്കുന്നത്. അപ്പോൾ ഒരു പരന്ന ചിന്തയും എല്ലാ ജാതികളെയും ഉൾക്കൊള്ളുന്ന ഒരു സംസ്കാരമാണ് നമ്മുടെ. അപ്പോൾ ഇതിൽ നിന്ന് ഒരു വഴിമാറ്റി ഇത് വാര്യരും തന്ത്രി സമൂഹം ബ്രാഹ്മണനും ഇഴവന്മാർക്കെതിരാണെന്നുള്ളൊരു ചിത്രം കൊണ്ടുവരാതെ ഇതിൻ്റെ പ്രൊഫഷണൽ ആംഗിളിൽ എന്താണ് പറ്റിയത് എന്ന് നോക്കുന്നതാണ് ശരി. നമ്മുടെ ശരി, അതാണല്ലോ ശ്രീ കരിമ്പുഴ രാമൻ, താങ്കൾ നേരത്തെയും പറഞ്ഞൊരു വാദം, ഒരു ഭാഗം താങ്കളുടേതും. ശ്രീ സണ്ണി എം കബിക്കാട്, ഞാൻ വരാം. ശ്രീ സി കെ വിദ്യാസാഗർ, ഞാൻ വരാം. ശ്രീ സണ്ണി എം കബിക്കാട്, കേരളത്തെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്നു, താങ്കളുടെ ഭാഗം ഞാൻ മനസ്സിലാക്കുന്നു. ശ്രീ സണ്ണി എം കബിക്കാട്, ഇത് ഈ തൊഴിലുമായി ബന്ധപ്പെട്ട ഒരു പ്രൊഫഷണൽ സ്വഭാവമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രശ്നമായി താങ്കൾ മനസ്സിലാക്കുന്നുണ്ടോ? എനിക്കറിയില്ല. കാരണം ഇതിലിപ്പോൾ നേരത്തെ ഈ തന്ത്രി പ്രതിനിധി പറഞ്ഞത് ഈ കാരായ്മ വ്യവസ്ഥ പൂർണ്ണമായി ലംഘിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ളൊരു നിയമനമാണ്. ആ നിയമനത്തിലുള്ള എതിർപ്പാണ് തന്ത്രി വിഭാഗം സമാജം അറിയിച്ചിരിക്കുന്നത് എന്നാണ്. പക്ഷേ ശ്രീ സി കെ വിദ്യാസാഗർ ഇവിടെ വായിച്ചു കേൾപ്പിച്ചതുപോലെ അൺടച്ചബിലിറ്റിയോട് ഉണ്ടാകില്ല എന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് ഭരണസമിതിയിലെ തന്ത്രി പ്രതിനിധി അതിൻ്റെ ഭാഗമാകുന്നത്. ബാലുവിനെ മാറ്റി നിർത്തുന്നതിന് മറ്റൊരു കാരണവും ഇതുവരെ ദേവസ്വം ബോർഡ് വിശദീകരിച്ചിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല. പിന്നെ ബാലുവിൻ്റെ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. കേരളത്തിൽ ഉദ്യോഗസ്ഥ തലത്തിൽ, കേരളത്തിൽ വിദ്യാലയങ്ങളിൽ, കേരളത്തിലെ സർക്കാർ സ്ഥാപനങ്ങളിൽ ഇങ്ങനെ മനുഷ്യൻ വ്യവഹരിക്കുന്ന പലയിടങ്ങളിലും ജാതിയുടെ പേരിൽ വിവേചനം അനുഭവിക്കുന്ന ധാരാളം ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അവിടെ ശ്രീ കരിമ്പുഴ രാമൻ പറഞ്ഞതുപോലെ തന്നെ ഈ ജാതിമത ഭേദമില്ലാത്ത ഒരു പുരോഗമന സമൂഹമൊക്കെയായി കേരളം പരിപൂർണമായി മാറി എന്നൊക്കെ നമ്മൾ പറയുന്നത് മൂഢന്മാരുടെ സ്വർഗത്തിൽ നിന്നാകില്ലേ? ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു മൂഢനായിട്ടാണ് പറഞ്ഞത് കേട്ടോ. വിശദീകരിക്കാൻ ശ്രമിക്കുമ്പോൾ, ഈ വിഷയം വിശദീകരിക്കാൻ ശ്രമിക്കുമ്പോൾ ഇതിൻ്റെ അകക്കാമ്പായിരിക്കുന്ന ജാതി വിവേചനത്തെ മറച്ചു പിടിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം പ്രൊഫഷണലിസത്തിന്റെ അഭാവമാണ്. മാല കിട്ടുന്നതിലുള്ള പ്രൊഫഷണലിസത്തിന്റെ അല്ലെങ്കിൽ അവിടുത്തെ പ്രവൃത്തി മുൻ പരിചയമില്ലാത്തതിന്റെ കാര്യമാണ് ഇവർ പറയുന്നത്. നമുക്കറിയാം, ഏതൊരു തൊഴിലിലും അവിടെ ചെന്ന് തന്നെയാണ് വൈദഗ്ധ്യം ഉണ്ടാക്കിയെടുക്കുന്നത്. അത് സാധാരണമായൊരു നിയമമാണ്. ഇതിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇദ്ദേഹം കെട്ടിയ മാല ദേവന് ചാർത്താൻ പറ്റില്ല. ആ മാല കൊള്ളില്ലാത്തത് കൊണ്ടല്ല, ഇയാൾ എക്സ്പെർട്ട് ആയതുകൊണ്ടല്ല എന്നതാണ് ഞങ്ങൾ പറയുന്ന വാദം.
അത് അദ്ദേഹം അവർണനാണ് എന്ന ബോധം കൊണ്ടാണ് അവർ ചെയ്യുന്നത് എന്നതാണ് പറയുന്ന പ്രധാനപ്പെട്ട ഒരു വിമർശനം. അപ്പോൾ അത് അങ്ങനെ പറയുവാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഇത് വാര്യന്മാരാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു നിയമത്തെ, പരമ്പരാഗത നിയമത്തെയാണ് ഈ അപ്പോയിന്റ്മെന്റ് മറികടക്കാൻ ശ്രമിക്കുന്നത്. അത് ഞങ്ങൾ സമ്മതിച്ചു തരില്ല എന്നാണ് ഈ പറയുന്ന തന്ത്രി സമാജവും വാര്യർ സമാജവും പറയുന്നത്. ശ്രീരാമൻ പറഞ്ഞത് ശരി തന്നെ, നമ്മളതിനെ മറികടന്ന് പോകണം. പക്ഷെ മറികടക്കാത്തവർ, മാറാൻ ആഗ്രഹിക്കാത്തവർ കേരളത്തിലുണ്ട്. ഈ പറയുന്ന ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രത്തിന്റെ ഹിസ്റ്ററിയിൽ പറയുന്ന രണ്ട് കാര്യങ്ങൾ നമ്മൾ അറിയണം. 1936 ക്ഷേത്രപ്രവേശന വിളംബരത്തിനെതിരെ പ്രമേയം പാസാക്കിയ ഒരു സ്ഥലമാണത്. അവിടെ തുറന്നുകൊടുത്ത ക്ഷേത്രങ്ങളിൽ പോയി പൂജ ചെയ്യുന്ന ആളുകൾ അശുദ്ധരാണെന്ന് പ്രഖ്യാപിച്ച ഒരു സ്ഥലമാണത്. അപ്പൊ ഇവരൊന്നും കാലത്തിനൊപ്പം നടന്നവരാണെന്ന് ചരിത്രത്തിൽ ഒരു ഘട്ടത്തിൽ തെളിയിച്ചവരല്ല. ഇപ്പോഴും അവർ പുറകോട്ട് നിൽക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനകത്ത് ആർജിത ബ്രാഹ്മണർ, ജന്മം കൊണ്ട് ബ്രാഹ്മണർ എന്നുള്ള കേട്ടുപഴകിയ കഥ ബാബു പറയാൻ ഇവിടെ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ ഈ ആർജിത ബ്രാഹ്മണൻ എന്നൊക്കെ പറഞ്ഞ ആരാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് പോട്ടെ. ഇവിടുത്തെ പ്രശ്നം, കേന്ദ്ര പ്രശ്നം എന്ന് പറയുന്നത് ഈ കാരായ്മ ലംഘിച്ച് നിയമനം നടത്തിയെന്ന്. കാരായ്മ ഈ ജാതി നിയമങ്ങൾ പാലിക്കുന്ന വ്യവസ്ഥയാണെങ്കിൽ ആ വ്യവസ്ഥ മാറണമെന്നല്ലേ നമ്മൾ പറയേണ്ടത്? അതോ അതങ്ങനെ നിന്നോട്ടെന്നാണോ പറയേണ്ടത്? മഹാത്മാഗാന്ധിയെ പോലും പുറത്തു നിർത്തിയ പാരമ്പര്യം തിരിച്ചു വരണമെന്നാണോ നമ്മൾ പറയേണ്ടത്? അത് പറ്റില്ലെന്നല്ലേ പറയേണ്ടത്? അതുകൊണ്ട് ഈ തന്ത്രി സമാജത്തിന്റെ മെമ്പർഷിപ്പ് ആർക്കാ കൊടുക്കുന്നത്? ആർജിത ബ്രാഹ്മണർക്കാണോ? 7 തലമുറയായി കർമ്മം ചെയ്യുന്ന ബ്രാഹ്മണർക്ക് മാത്രമേ അവർ മെമ്പർഷിപ്പ് കൊടുക്കത്തുള്ളൂ. എത്ര പേരുണ്ട് തന്ത്രി സമാജത്തിൽ ബ്രാഹ്മണരല്ലാത്തവർ? ശബരിമല മേൽശാന്തിയായിട്ടൊരു ഈഴവനെ നിയമിക്കണം എന്നുള്ള കേസുണ്ടായപ്പോൾ അതിനെതിരെ പോയത് ആരാ? അതിനെതിരെ ഹൈക്കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തത് ആരാ? തന്ത്രി സമാജക്കാരാ. എന്തുകൊണ്ടാണ്? ഈഴവനവിടെ പൂജാരിയാകാൻ പറ്റില്ലേ? അയാൾ പൂജ പഠിച്ചിട്ടില്ലേ? ഇത് ചോദിക്കുമ്പോൾ ഞങ്ങളൊക്കെ ജാതിയാണ് പറയുന്നത്. ഇത് ജാതിയുടെ പ്രശ്നമല്ല, വേറെ എന്തോ കാര്യമാണെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കാതലായ കാര്യത്തിലേക്ക് നമ്മൾ എത്തുന്നില്ല എന്നാണ് അർത്ഥം. അതുകൊണ്ട് ഈ വൈക്കം ക്ഷേത്രത്തിലെ പൂജാരിമാരും തന്ത്രിമാരും വൈക്കത്ത് റെയിൽവേ വന്നാൽ, റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായാൽ വൈക്കം നശിച്ചു പോകുമെന്ന് പറഞ്ഞ ആൾക്കാരാ. ഇതൊക്കെയാണ് നമ്മളുടെ ഒരു പാരമ്പര്യം, ഈ വിശുദ്ധ പാരമ്പര്യത്തിലുള്ളത്. അതുകൊണ്ട് ഇവർ ഇക്കാര്യത്തിൽ പുരോഗമനപരമായൊരു നിലപാട് എടുത്തിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. ഇവിടെയാണ് ഈ ദേവസ്വം ബോർഡ് പ്രതിയാവുന്നത്. അല്ലാതെ ദേവസ്വം ബോർഡ് ഇതിൽ ആ കൂടി പ്രതിയാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. ഇക്കാര്യത്തിൽ കർശനമായ നിയമം പാലിക്കണം. ദേവസ്വം ബോർഡിന് നിയമം ഇവിടെ വിദ്യാസാഗർ സൂചിപ്പിച്ചു. അപ്പൊ അതിനകത്ത് വളരെ വ്യക്തമായും പറയുന്നുണ്ട്, റിലീജിയസ് ആൻഡ് സ്പിരിച്വൽ മാറ്റേഴ്സിലാണ് ഇവർക്ക് അധികാരമുള്ളൂ. അവിടെ ആരെ അപ്പോയിന്റ്മെന്റ് ചെയ്യണം എന്ന കാര്യത്തിൽ ദേവസ്വം ബോർഡ് തീരുമാനമെടുക്കാം. അത് സ്പിരിച്വാലിറ്റിക്ക് എതിരാണെന്നാണ് ഇപ്പോൾ ഇവർ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഉണ്ട് എന്നുള്ളത് അവിതർക്കിതമായൊരു കാര്യമാണ്. ഇത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല. അതുകൊണ്ട് ഈ തന്ത്രി സമാജവും വാര്യർ സമാജമൊക്കെ ഒരു പുനഃപരിശോധനയ്ക്ക് വിധേയമാകണം. അതായത് സമൂഹ നന്മയ്ക്ക് വേണ്ടി നിൽക്കാൻ പറ്റണം, അപരനെ അപമാനിക്കാതിരിക്കണം, ജാതി പറഞ്ഞ് ആക്ഷേപിച്ച് പുറത്താക്കാതിരിക്കണം. അതല്ലെങ്കിൽ അവർ സമൂഹത്തിനെതിരായ സംഘടനയായിട്ടായിരിക്കും ചരിത്രത്തിൽ രേഖപ്പെടുത്തുക. സമൂഹ നന്മയ്ക്കെതിരെ നിന്ന സാമൂഹ്യ വിരുദ്ധമായ താല്പര്യങ്ങളെ ഉയർത്തിപ്പിടിച്ച സംഘടനയെന്ന് പറയേണ്ടി വരും. അത് പറയാതെ നിവൃത്തിയില്ല. അതുകൊണ്ട് നമ്മൾ യഥാർത്ഥത്തിൽ ആലോചിക്കേണ്ടത് ഈ ഉണ്ടായ സംഭവത്തിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കി അത് പരിഹരിക്കാൻ നമ്മളെല്ലാവരും കൂടി പരിശ്രമിക്കുക ചെയ്യേണ്ടത്. അതല്ലാതെ ചണ്ടാള ഭിക്ഷുകിലെ 2 വരി കൊണ്ടോ ആർജിത ബ്രാഹ്മണനെ കൊണ്ടോ ഈ പ്രശ്നം പരിഹരിക്കും എന്നൊക്കെ പറയുന്ന ഒരു മിഥ്യാബോധമാണ്. അതുകൊണ്ടൊന്നും ഇത് നടക്കില്ല, പറ്റില്ല. അവിടെ ഈഴവനെ പുറത്താക്കാൻ പറ്റില്ല എന്ന് പറയാം. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ ഹിന്ദുക്കളുടെ ഐക്യം തകരുന്ന, ഐക്യം തകരാതിരിക്കാൻ വേണ്ടി വേണമെങ്കിൽ അടി മേടിക്കാന്നാണോ പറയുന്നത്? അങ്ങനെയാണോ പറയേണ്ടത്? മറിച്ച് വളരെ കർശനമായ സ്റ്റാൻഡ് എടുക്കണം ഇക്കാര്യത്തിൽ. എൻ്റെ സമുദായം അപമാനിക്കപ്പെടാൻ പാടില്ല എന്ന കർശനമായ സ്റ്റാൻഡാണ് അതിനകത്ത് എടുക്കേണ്ടത്. അങ്ങനെ ഒരു പുതിയ ബോധ്യത്തിലേക്ക് നമ്മൾ വരാതെ ഈ വിഷയത്തിന് പരിഹാരമില്ല. നിയമപരമായ കാര്യങ്ങൾ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ ദേവസ്വം ബോർഡ് ഇടപെടണം എന്ന അഭിപ്രായം എനിക്കുണ്ട്. അവരത് ചെയ്യുന്നില്ല. രാധാകൃഷ്ണന്റെ കാര്യത്തിൽ ചെയ്തില്ല. രാധാകൃഷ്ണന്റെ കാര്യത്തിൽ ഇപ്പം ബാബു വിശദീകരിച്ചൊരു കാര്യം, അത് അങ്ങനെയാണ്. ദേവനിൽ നിന്ന് വിളക്ക് കൊളുത്തിക്കൊണ്ട് കൊടുക്കാൻ പറ്റില്ലെന്നാ. അന്ന് അവിടെ കണ്ടതല്ലേ നമ്മൾ. പ്രധാന പൂജാരി കത്തിച്ചതിന് ശേഷം അസിസ്റ്റന്റിന് കൊടുക്കുന്നു, അസിസ്റ്റന്റിനും കത്തിച്ചതിന് നിലത്ത് വെക്കുന്നു. രാധാകൃഷ്ണൻ, മന്ത്രി രാധാകൃഷ്ണൻ വേണമെങ്കിൽ എടുത്ത് കത്തിച്ചെന്നുള്ളതാണ് ലൈൻ.
ഇതെന്ത് അപമാനകരമായൊരു കാര്യമാണ്. ഈ ഏത് ആചാരത്തിൻ്റെ പേരിലാണ് ഇവരിത് ചെയ്യുന്നത്? ശുദ്ധ ജാതി വിവേചനമാണ്, ജാതി ബോധമാണ്, ഞങ്ങളാണ് ശ്രേഷ്ഠരെന്ന ധാരണയാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. തിരുത്തണമെന്ന ജനാധിപത്യപരമായൊരു കാര്യം മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ. അതല്ലാതെ ഇത് ഏതെങ്കിലും മതവിഭാഗത്തെ, ഒരു വിശ്വാസ സമൂഹത്തെ അപമാനിക്കാൻ പറയുന്നല്ല. വിശ്വാസ സമൂഹത്തെ കൂടി പറ്റിക്കുന്നവരാണ് ഈ തന്ത്രി സമാജക്കാരെന്ന് അസന്നിഗ്ധമായി നമുക്ക് പറയാൻ പറ്റും. അസന്നിഗ്ധമായി പറയാൻ. ശരി, ശ്രീ ആർ വി ബാബു, പരിഷ്കരണമാണ്, പുരോഗമനമാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ അതിന്റെ ധാരയിലേക്ക് വരാൻ വേണ്ടി സന്നദ്ധരാകുകയോ അല്ലെങ്കിൽ അതിലേക്ക് അവരെ കൊണ്ടുവരികയോ ചെയ്യേണ്ട ഉത്തരവാദിത്വമല്ലേ തന്ത്രി സമാജത്തിന്റെയും വാര്യർ സമാജത്തിനും ഒക്കെ കാര്യത്തിൽ കേരളത്തിന്റെ പൊതുസമൂഹം സ്വീകരിക്കേണ്ടത്? അങ്ങനെയാണെങ്കിൽ ഇവിടെ ശ്രീ സണ്ണി എം കവിക്കാട് പറഞ്ഞതുപോലെ തന്നെ അതിനെതിരെ ശക്തമായ ശബ്ദമുയർത്താൻ, നിലപാട് സ്വീകരിക്കാൻ, നടപടികളിലേക്ക് കടക്കാൻ ഊർജ്ജമായി മാറുകയല്ലേ വേണ്ടത്? സമൂഹത്തിൽ നമുക്ക് നൂറ്റാണ്ടുകളായിട്ട്, സഹസ്രാബ്ദങ്ങളായിട്ട് സമൂഹത്തിലുണ്ടായിട്ടുള്ള ജാതിയുടെ പേരിലുള്ള ചില ഉറച്ച ബോധ്യങ്ങളുണ്ട്. അത് ജാതി വിവേചനമായിട്ടും ജാതി ഭേദമായിട്ടും സമൂഹത്തിൽ വ്യാപരിച്ചിട്ടുണ്ട്. അത് നീക്കം ചെയ്യാനാണ് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പരിഷ്കരണ ശ്രമങ്ങൾ, നവോത്ഥാന പ്രവർത്തനങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. അങ്ങനെ നടത്തിയ ആളുകളൊക്കെ ജാതിയുടെ പേരിൽ വിദ്വേഷം ഉണ്ടാക്കിക്കൊണ്ടല്ല ചെയ്തത്, ജാതിയുടെ പേരിൽ പരസ്പരം സംഘർഷം ഉണ്ടാക്കിക്കൊണ്ടല്ല ചെയ്തത്. ഞാൻ ഈ സമയത്ത് മഹാത്മാ അയ്യങ്കാളിയെയാണ് ഓർക്കുന്നത്. പെരിനാട്ട് ലഹള ഉണ്ടായപ്പോൾ പെരിനാട്ട് ലഹള ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞോട്ടെ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ഞാൻ വഴങ്ങുന്നതിന് എനിക്ക് പെരിനാട്ട് ലഹള ഉണ്ടായപ്പോൾ വിദ്യാസാഗർജി ഒന്ന് ശാന്തമാകൂ. പെരിനാട്ട് ലഹളയിൽ എങ്ങനെയാണ് അയ്യങ്കാളി ആ വിഷയത്തെ കൈകാര്യം ചെയ്തത്? അത് അവർണ സംഘർഷമായിരുന്നു, മാറുമറയ്ക്കാനെന്ന അതിന് എതിരായിട്ടുള്ള ഒരു പ്രശ്നമായിരുന്നു. ഒരുപാട് പീഡനങ്ങൾ ഏറ്റുവാങ്ങി ഈ പാവപ്പെട്ട പട്ടികജാതിക്കാർ, പിന്നോക്കക്കാർ, അവർണ സമൂഹം. ആ വിഷയത്തെ എങ്ങനെയാണ് അയ്യങ്കാളി അഡ്രസ്സ് ചെയ്തത് നോക്കൂ. അയ്യങ്കാളി അതിനെ ഒരു വലിയ സമ്മേളനം വിളിച്ചുകൂട്ടി. ആ സമ്മേളനത്തിൽ ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള, NSSന്റെ സ്ഥാപകൻ, ആചാര്യനായിട്ടുള്ള അന്നത്തെ വലിയ നേതാവ് ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ളയെ കൊണ്ടുവന്ന് അധ്യക്ഷനാക്കി ഒരു സമന്വയത്തിന്റെ, സമവായത്തിന്റെ, പരസ്പര സൗഹൃദത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിക്കുകയാണെന്നേ. അങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. നോക്കൂ, ഗുരുവായൂർ സത്യാഗ്രഹം നടന്നപ്പോൾ വലിയൊരു പ്രവർത്തനം മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിലും സുബ്രഹ്മണ്യൻ തിരുമുമ്പ്, കേളപ്പജി, ഇവരൊക്കെ നേതൃത്വത്തിൽ വലിയ പ്രവർത്തനം നടത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ എന്തുണ്ടായി ഗോപികൃഷ്ണൻ? ഗുരുവായൂർ താലൂക്കിൽ, അന്നത്തെ ചാവക്കാട് താലൂക്ക്, പൊന്നാനി താലൂക്കിൽ, അന്നത്തെ പൊന്നാനി താലൂക്കിൽ നടത്തിയ സർവേയിൽ 77% സവർണരും ക്ഷേത്രപ്രവേശനം അവർണർക്ക് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടവരാ. അതെങ്ങനെയാണ് ആ മാറ്റം ഉണ്ടായത്? ആ മാറ്റം വിദ്വേഷത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ മാറ്റമല്ല. ആ മാറ്റം ആളുകളെ ബോധവൽക്കരിച്ച് സമവായത്തിലേക്ക് എത്തിച്ചുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെ എങ്ങനെ അതിജീവിച്ചു? അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ആർജിത ബ്രാഹ്മണൻ ഉണ്ടോ എന്ന് ചോദിച്ചു. ഈ കഴിഞ്ഞ 2 മാസം മുൻപ് തന്ത്രവിദ്യാപീഠം, ആലുവ തന്ത്രവിദ്യാപീഠം ജന്മം കൊണ്ട് ബ്രാഹ്മണനല്ലാത്ത ഒരു അബ്രാഹ്മണനെ ആചാര്യശ്രേഷ്ഠ പുരസ്കാരം നൽകി ആദരിക്കുകയുണ്ടായി. അദ്ദേഹത്തിന് ഞങ്ങൾ വലിയ സ്വീകരണം കൊടുത്തു. അദ്ദേഹം, ഞാൻ പറയുന്ന ഒരാൾ, കാരണം ഞങ്ങൾ ജാതിയെ സംബന്ധിച്ച് പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യും, പക്ഷേ നമ്മുടെ എല്ലാവരുടെ അറിവിലേക്ക് അദ്ദേഹം ഈഴവ കുലത്തിൽ പറഞ്ഞ ഒരാളാണ്. അദ്ദേഹത്തെ ബ്രാഹ്മണൻ എന്ന നിലയ്ക്ക് കണ്ടുകൊണ്ടാണ് അദ്ദേഹത്തെ ആദരിക്കുകയും തന്ത്രവിദ്യാപീഠത്തിന്റെ മാത്രമല്ല കേരളത്തിലെ സർവ്വ ബ്രാഹ്മണ ശ്രേഷ്ഠരും പങ്കെടുത്ത പരിപാടിയാണ് പറവൂർ ഞങ്ങൾ നടത്തി. അപ്പോൾ ഇത് കാലം കൊണ്ടേ മാറും. ഇത് ഒറ്റയടിക്ക് ഒറ്റ ദിവസം കൊണ്ട് മാറുന്ന ഒരു വികാരമാണെന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല, ഞങ്ങൾ കരുതുന്നുമില്ല. അപ്പോൾ ഒറ്റപ്പെട്ട ചില സംഭവങ്ങളുണ്ട്. ഇവിടെ വൈക്കം ക്ഷേത്രത്തിന്റെ റെയിൽവേ വരുന്നതിനെതിരായിട്ട് വൈക്കം ക്ഷേത്രം എടുത്ത നിലപാടിനെ കുറിച്ച് പറഞ്ഞു. അതേ സമയത്ത് തന്നെയാണ് തൃപ്പൂണിത്തുറയിലെ ക്ഷേത്രത്തിന്റെ 13 നെറ്റിപ്പട്ടങ്ങളിൽ 12 വിറ്റുകൊണ്ട് ഷൊർണൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് റെയിൽവേ ഉണ്ടാക്കിയത്. അതും നമ്മുടെ നാട്ടിലൊരു ചരിത്രമാണ്. അപ്പോൾ വികസനത്തിൻ്റെതായാലും മറ്റെല്ലാ രംഗത്തും നമുക്ക് ധാരാളം നല്ല ഉദാഹരണങ്ങളുണ്ട്. ആ നല്ല ഉദാഹരണങ്ങൾ ഇവിടെ വിദ്യാസാഗർജി കല്ലറ സുകുമാരൻ്റെ ഉദാഹരണം പറഞ്ഞു. ഞാൻ കല്ലറ സുകുമാരൻ്റെ പേര് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരാൻ കാരണം, കല്ലറ സുകുമാരൻ്റെ ആ ചടങ്ങ് നടക്കുമ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ SNDPയുടെ എല്ലാവിധ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഗുരുവായൂരിൽ വന്നപ്പോൾ ഗുരുവായൂരിലെ പഴയ ആനന്ദവർദ്ധനെ തടഞ്ഞ പോലെ തടയുന്ന വിചാരിച്ച എല്ലാവരും. പക്ഷെ അങ്ങനെയല്ല ഉണ്ടായത്. മറിച്ച് കല്ലറ സുകുമാരനെ പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ച് നേരെ ഈ പറയുന്ന അന്നദാന മണ്ഡപത്തിൽ, മറ്റെല്ലാവരും കഴിക്കുന്ന മണ്ഡപത്തിൽ ബ്രാഹ്മണരോടൊപ്പം കല്ലറ സുകുമാരനെ സ്വീകരിച്ചിരുത്തി ഭക്ഷണം കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി. ആ മാറ്റം ആരാണ് ഉണ്ടാക്കിയെന്നറിയാമോ?
അവിടെ ഉണ്ടാക്കിയ മാറ്റത്തിന് നേതൃത്വം കൊടുത്തത് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ പ്രവർത്തകരാണ്, RSSന്റെ പ്രവർത്തകരാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള മാറ്റം നമുക്ക് പൊടുന്നനെ ഉണ്ടാക്കാൻ പറ്റുന്നതാണെന്നൊന്നും ഞങ്ങൾ വിചാരിക്കുന്നില്ല. ഇത്തരത്തിൽ ചിന്തിക്കുന്ന ചിന്താഗതിയുള്ള ആളുകൾ ഇപ്പോഴും ഉണ്ട്. പക്ഷേ അവരെയൊക്കെ നമ്മൾ ഇപ്പോൾ ബ്രാഹ്മണരൊന്നും ഗോപികൃഷ്ണ 1% താഴെ പോലും ഇല്ല അവരുടെ സംഖ്യ. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് വാര്യർ സമാജം എന്നൊക്കെ പേര് പറയുന്നുണ്ടെങ്കിലും 25,000 പേര് തികച്ച് എണ്ണിയെടുക്കാനില്ല അവർ. 25,000 പേരില്ല അവര്. അപ്പൊ നമുക്ക് ഈ വാര്യന്മാര്, തന്ത്രിമാര്, ബ്രാഹ്മണന്മാരെന്നൊക്കെ പറഞ്ഞ് അവരെ വല്ലാതെ അങ്ങ് ആക്രമിച്ച് എന്തിന് നമുക്ക് ആക്രമണത്തിന്റെ പ്രശ്നമല്ല, ഇതൊരു സാമൂഹിക ബോധത്തിന്റെ പ്രശ്നമാണല്ലോ ശ്രീ ആർ വി ബാബു. 1% ഒരാളാണെങ്കിലും ആ വിവേചനത്തിലേക്ക് എത്തുന്ന സാഹചര്യത്തെ ചോദ്യം ചെയ്യുകയും ശ്രീ സണ്ണി എം കബിക്കാട് പറഞ്ഞതുപോലെ ചോദ്യം ചെയ്യുകയും അത് പാടില്ല എന്ന നിലപാടെടുക്കുകയും അതിനെ മറികടക്കുകയും ചെയ്തുകൊണ്ട് വേണമല്ലോ കാലത്തിനനുസൃതമായി പുതിയ ധർമ്മം നമ്മൾ പുനഃസ്ഥാപിക്കാൻ. അതിനു വേണ്ടിയാണല്ലോ, ആ സമത്വമാണല്ലോ നമുക്ക് വേണ്ടത്. ജാതിക്ക് അതീതമായി മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. അവിടെ നമ്മൾ തട്ടിത്തടയാൻ പാടില്ല, അവിടെ നമുക്ക് സംശയങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയല്ലേ ഈ സമൂഹം മുന്നോട്ട് പോകേണ്ടത്? ഇല്ല, നമ്മള് വിവേചനത്തിനെതിരാവണം, അതിൽ തർക്കമൊന്നുമില്ല. വിവേചനത്തിനെതിരാവണം എന്നുള്ളത് തർക്കമില്ല. പക്ഷേ അതിൽ നമ്മുടെ ആംഗിൾ വളരെ കൃത്യമായിട്ടൊരു ഈ അടുത്ത ദിവസമാണ് വൈക്കത്ത് താലപ്പൊലി എതിരേൽപ്പുമായി ബന്ധപ്പെട്ട വിഷയം ഉണ്ടായത്. താലപ്പൊലി എതിരേൽപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ജാതി എതിരേൽപ്പുകൾ ആണ് അവിടെ നടന്നത്. ജാതി എതിരേൽപ്പുകളെ സംബന്ധിച്ചുള്ള വിഷയം വന്ന സമയത്ത് അത് അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നതാരായിരുന്നു? ഇപ്പൊ നമുക്ക് കാരണം ഞങ്ങൾക്ക് ഹൈന്ദവ ഏകീകരണമാണ് പ്രഥമമായിട്ട് ലക്ഷ്യം. ഹിന്ദു അതായത് വളരെ വിപ്ലവകരമായ ഒരു ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് ഈ അബ്രാഹ്മണർക്ക് പൂജ ചെയ്യാനുള്ള അവകാശങ്ങളൊക്കെ ഉണ്ടായത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ധാരാളം ക്ഷേത്രങ്ങൾ എനിക്ക് തോന്നുന്നു അബ്രാഹ്മണർ പൂജാരികളായിട്ടുണ്ട്. SNDP യോഗത്തിന്റെ ക്ഷേത്രങ്ങളിൽ ഈ ഈഴവ ശാന്തിക്കാരുണ്ടോ? എനിക്കറിയില്ല, അതാണ് ഞാൻ താങ്കളോട് ചോദിക്കുന്നത്. ധാരാളമായിട്ട് SNDP യോഗത്തിന്റെ ക്ഷേത്രങ്ങളില് ഈഴവ ശാന്തിക്കാര് ധാരാളമായിട്ടുണ്ട്. പിന്നെ ഈഴവരായിട്ടുള്ള തന്ത്രിമാരുണ്ട്, തന്ത്രവിദ്യ എല്ലാം പഠിച്ച് അതിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടുള്ള തന്ത്രിമാരുണ്ട്, ധാരാളം പേരുണ്ട്. SNDP യോഗത്തിന്റെ പല ക്ഷേത്രങ്ങളിലും ബ്രാഹ്മണ തന്ത്രിമാരുണ്ട്, പല ക്ഷേത്രങ്ങളിലും ഈഴവരായിട്ടുള്ളവരും ബ്രാഹ്മണരല്ലാത്തവരുമായിട്ടും തന്ത്രവിദ്യ പഠിച്ചവരുമായിട്ട് നല്ല ഭംഗിയായിട്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. പറവൂർ ശ്രീധരതന്ത്രിയുടെ മകൻ രാകേഷ് ശാന്തി, അദ്ദേഹം ഇന്ന് കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു തന്ത്രിയാണ്. ധാരാളം ക്ഷേത്രങ്ങളിൽ അദ്ദേഹം ഈ തന്ത്രിയായിട്ട് ശോഭിക്കുന്നുണ്ട്. ഞാൻ പറയാൻ വന്നത് വേറെ ചില കാര്യങ്ങളാണ്, സമയം തീരുന്നതിന് മുമ്പ് അത് പറയാം. അതായത് എനിക്ക് മിസ്റ്റർ ബാബുവിനോട് അഭ്യർത്ഥിക്കാനുള്ളത്, ബാബുവിനെ പോലുള്ളവർ കുറച്ചുകൂടി പ്രോ ആക്റ്റീവായിട്ടും കുറച്ചുകൂടി ശക്തമായിട്ടും ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ഇടപെട്ടാൽ ഇതൊക്കെ കുറേ കൂടി വേഗത്തിൽ ഈ മാറ്റങ്ങളെ നമുക്ക് നല്ലപോലെ സ്വാംശീകരിക്കാനായിട്ട് കഴിയും. ഇപ്പോൾ ചാവക്കാട് താലൂക്കിൽ നടന്ന സർവേയെ പറ്റി പറഞ്ഞില്ലേ, 1930കളിലാണ്. 100 വർഷം ആകാൻ പോവാണ്. ഈ 100 വർഷം കഴിഞ്ഞപ്പോഴും ഏതാണ്ട് ആ താലൂക്കിനടുത്ത് കിടക്കുന്ന സ്ഥലത്താണ് ഈ പറഞ്ഞ രീതിയിൽ കാര്യങ്ങളുണ്ടാകുന്നത്. പിന്നെ മറ്റൊന്ന്, ഇവിടെ പ്രൊഫഷണലിസത്തിൻ്റെ പേരിലാണ് ഞങ്ങൾ അയാളെ മാറ്റണം എന്ന് പറഞ്ഞത് എന്നൊരു വാദം ശ്രീ കരിമ്പുഴ രാമൻ പറയുകയുണ്ടായി. അത് എന്താ, അത് ഈ സ്വർണ്ണ ഉരുളി കൊണ്ട് മൂടി വെക്കാനുള്ള ഒരു ശ്രമം എന്ന് പറയാൻ വേണമെങ്കിൽ, അല്ലാതെ ഐ ഡോണ്ട് ബിലീവ് ഇറ്റ് ഫോർ എ മോമെന്റ്. ഈ വാദം ഈ രാജ്യത്ത് വർണ്ണാശ്രമ ധർമ്മങ്ങൾ നിലനിൽക്കണം എന്ന് വാദിച്ചിരുന്നവർ ഉന്നയിച്ചിരുന്ന അതേ വാദമാണ്. ആശാരിയുടെ മകൻ ആശാരിയായിട്ട് വരുമ്പോൾ അവൻ ആ തൊഴിൽ കൂടുതൽ മികവ് കാണിക്കും. കേരളത്തില് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് വിശ്വാസമുള്ള എന്റെ കൺസെപ്റ്റ് താങ്കളുടെ കൺസെപ്റ്റ് ആകാനുള്ള യാതൊരു സാധ്യതയില്ല. എന്റെ കൺസെപ്റ്റ് ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള കൺസെപ്റ്റിലൂടെ ഏതാണ്ട് 75 വർഷം ഇവിടുത്തെ പൊതുസമൂഹത്തിലും അല്ലാതെയും ഒക്കെ ജീവിച്ചിട്ടുള്ളതാ. നിങ്ങളുടെ കൺസെപ്റ്റിനെ എനിക്ക് സ്വീകരിക്കാൻ പറ്റാത്ത പലതും ഉണ്ടാവും. ഈ പറഞ്ഞ തന്ത്രി ഉണ്ടല്ലോ, ഈ ക്ഷേത്രത്തിന്റെ കൂടൽമാണിക്യം ക്ഷേത്രത്തിന്റെ തന്ത്രി, ആ തന്ത്രി എന്റെ സ്നേഹിതനാണ്, നല്ല സുഹൃത്താണ്. അവരുടെ തൊടുപുഴയിലുള്ള അമ്പലമുണ്ട്, തരണനെല്ലൂർ ഇല്ലങ്കാര്
എടാ സ്വകാര്യ അമ്പലം തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, ഞാൻ ആ ക്ഷേത്രത്തിന്റെ വക്കീലാ. അവരുടെ പായമ്പലുള്ള ക്ഷേത്രം ശത്രുഘ്നന്റെ ക്ഷേത്രമല്ലേ, ആ പായമ്പലുള്ള ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് തൃശ്ശൂർ കോടതിയിൽ പോയി അവർക്ക് കേസ് വാദിച്ചു കൊടുത്തിട്ടുള്ളതാ. അല്ലെങ്കിൽ കേസ് വാദിച്ച് അത് അവർക്ക് അർഹതപ്പെട്ട അവകാശങ്ങൾ അവിടെ നേടിക്കൊടുത്തിട്ടുള്ള ആളാ ഞാൻ. അതുകൊണ്ട് താങ്കളുടെ കൺസെപ്റ്റ് ഒന്നും എനിക്ക് സ്വീകരിക്കേണ്ട കാര്യമില്ല. ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ എളിയ രീതിയിൽ അഭിപ്രായം പറയാനും പ്രവർത്തിക്കാനും. ശരി ശരി, ഞാൻ പെട്ടെന്നൊരു ഇടവേള എടുത്തോട്ടെ. ശ്രീ കരിമ്പുഴ രാമൻ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഹലോ, പറഞ്ഞോളൂ. ജസ്റ്റ് എ മിനിറ്റ് ഹിയർ. ഹലോ, പറഞ്ഞോളൂ. എനിക്കൊന്ന് ശ്രീ സണ്ണിയം കബിക്കാട്. ഒരു കാര്യമാണ് സൂചിപ്പിക്കാനുള്ളത്. ഈ മഹാത്മാ അയ്യൻകാളി പെരുന്നാട് ലഹളയെ തുടർന്ന് നടത്തിയ സമാധാന സമ്മേളനത്തെക്കുറിച്ച് ബാബുവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ആ സമാധാന സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്നത് ചങ്ങനാശ്ശേരി പരമേശ്വരനായിരുന്നു. പരമേശ്വരൻ പിള്ള അധ്യക്ഷത വഹിച്ചുകൊണ്ട് അദ്ദേഹം നടത്തുന്ന ഡിക്ലറേഷനുണ്ട്. അതായത് കല്ലുമാല ഉപേക്ഷിക്കാൻ വേണ്ടി നടത്തിയ പ്രക്ഷോഭമാണത്. കല്ലുമാല ഉപേക്ഷിക്കാൻ താല്പര്യമുള്ള മുഴുവൻ സ്ത്രീകൾക്കും കല്ലുമാല ഉപേക്ഷിക്കാവുന്നതാണെന്നാണ് ആ സമാധാന സമ്മേളനം തീരുമാനിച്ചത്. അല്ലാതെ വെറുതെ എല്ലാവരും കൂടി ഒരുമിച്ച് വരണം എന്നല്ല അയ്യങ്കാളി പറഞ്ഞത്. ഒരിക്കലും വഴിയിൽ ഉപേക്ഷിക്കാത്ത ഒരു അവകാശം സ്ഥാപിച്ചെടുക്കുകയാണ് ചെയ്തത് എന്ന കാര്യം കൂടി ബാബു പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് മാത്രമേ എനിക്കിപ്പോൾ സൂചിപ്പിക്കാറുള്ളൂ. ശ്രീ കരിമ്പുഴ രാമൻ, ബിഫോർ യു ക്ലോസ് ഐ നീഡ് എ മിനിറ്റ്. യു ക്യാൻ ടേക്ക് ദാറ്റ് നൗ. നമ്മൾ ഇവിടെ കാണേണ്ടത് ഒരു പ്രോ തന്ത്രിയോ പ്രോ വാരരോ ആന്റി ബാലുവായിട്ടല്ല നമ്മൾ സംസാരിക്കുന്നത്. ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് വിശ്വസിക്കുന്ന ഒരു സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള നമ്മളിവിടെ അങ്ങനെ ഒരു സർക്കാർ ഉള്ളപ്പോൾ മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം അല്ല എങ്കിൽ അത് മാറ്റുമാവതോ നിങ്ങളെത്താൻ എന്നുള്ള ചിന്തയുള്ള ഒരു മുഖ്യമന്ത്രി ഉള്ളപ്പോൾ ഇങ്ങനത്തെ ഇതൊന്നും ഇവിടെ സംഭവിക്കില്ല. പിന്നെ ഒരു ജാതി ഇഞ്ചക്ഷൻ കുത്തിവെച്ച് ഒരു ഡിബേറ്റ് ആക്കി ഒരു ഡിസ്കഷൻ ആക്കി ഇതിനെ ഒരു ഡിഫറെൻറ്റ് ഡയറക്ഷനിൽ പോകാനുള്ള ചിലരുടെ കൂടതന്ത്രങ്ങൾക്ക് നമ്മൾ വഴിവെച്ച് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇവിടെ തന്ത്രിമാരായാലും വാരരായാലും ഒരു പ്രോ ആക്റ്റീവ് തിങ്കിങ് പ്രോസസ് നമുക്ക് എല്ലാവർക്കും വരണം. അവിടെ ബാലുവിൻ്റെ പ്രൊഫഷണൽ സ്കിൽസ് റിക്വയർസ് ഇംപ്രൂവ്മെന്റ് ഓൾസോ. അങ്ങനത്തെ ഒരു ചിന്തയാണ് നമുക്കിവിടെ വേണ്ടതല്ല. അതിനൊക്കെ വളരെ സുന്ദരമായ ഒരു യുക്തി ശ്രീ സണ്ണിയം കബിക്കാട് പറഞ്ഞല്ലോ. കാരണം ഏത് തൊഴിൽ മേഖലയാണെങ്കിലും ആ തൊഴിലിൽ പരിശീലനം ലഭിക്കുക, പരിശീലനം കൊടുക്കുക, ആ തൊഴിലിന് അനുയോജ്യനായ ആളാക്കുക എന്നതാണ്. ബാലു കെട്ടിക്കൊടുത്ത മാല ദേവന് ചാർത്താൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അത് തൊഴിലുമായി ബന്ധപ്പെട്ട പ്രശ്നമല്ല എന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കുക. ശ്രീ സി കെ വിദ്യാസാഗർ, 1 മിനിറ്റ്. എത്ര നേരം ശ്രീകോവിലിനകത്ത് അകത്ത് എത്ര നേരം മണിയടിക്കണം എന്ന് തീരുമാനിക്കാനുള്ള ആ അവകാശം ഉണ്ടല്ലോ, അത് ആ റിച്വലിൻ്റെ ഭാഗമാണ്. അത് തന്ത്രിയുടെ അവകാശമാണ്. അത് അതിൻ്റെ ഫൈനൽ വേർഡും തന്ത്രിയാണ്. പക്ഷേ ശ്രീകോവിലേക്ക് കൊടുക്കേണ്ട മാല ആര് കെട്ടണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശവും ഈ സ്പിരിച്വൽ അവകാശത്തിൻ്റെയും റിച്വൽ അവകാശത്തിൻ്റെയും ഭാഗമാണ് എന്ന് പറഞ്ഞാൽ അത് ഒരുമാതിരി CITUക്കാർ പറയണ ഒരു നോക്കുകൂലി അവകാശമില്ലേ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു അവകാശവാദമാണ്. അത്തരം ലെവലിലേക്ക് തന്ത്രി സമാജത്തിൽപ്പെട്ടവർ നിലപാടുകൾ സ്വീകരിക്കരുത് എന്നാണ് വിനീതമായിട്ട് എനിക്ക് അവരോട് അഭ്യർത്ഥിക്കാനുള്ളത്. എനിക്കൊരു വിദ്വേഷവുമില്ല. ഞാൻ ഒരുപടി ക്ഷേത്രങ്ങളിലെ ഒക്കെ കേസുകൾ നടത്താൻ ഈ 10-75 വയസ്സിനിടയ്ക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. അതിൽ തന്ത്രിമാർക്ക് വേണ്ടിയിട്ടും പൂജാരിമാർക്ക് വേണ്ടിയിട്ടും ബ്രാഹ്മണർക്ക് വേണ്ടിയിട്ടും അബ്രാഹ്മണർക്ക് വേണ്ടിയിട്ടും ഒക്കെ എനിക്ക് ഒരു വിദ്വേഷവും ഉണ്ടായതുകൊണ്ട് പറഞ്ഞതല്ല. പക്ഷേ ഈ 21-ാം നൂറ്റാണ്ടിൽ കാലത്തിന് തീരെ യോജിക്കാത്ത വിധത്തിലുള്ള ആശയങ്ങളെയൊക്കെ വെച്ചുകൊണ്ട് ഓരോ നിലപാടുകളുമായിട്ട് വരുമ്പോൾ അതിനെതിരെയൊക്കെ സംസാരിച്ചു പോകുമ്പം അല്പം കാർക്കശ്യം എൻ്റെ സ്വരത്തിൽ വന്നെന്നുണ്ടെങ്കിൽ അത് ക്ഷമിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എനിക്ക് ഒരു വിദ്വേഷവും ഇല്ല, ഒരു വിദ്വേഷ പരിപാടിക്കും ഞാൻ പോയിട്ടുമില്ല. നവോത്ഥാന മൂല്യങ്ങളെ കൈമോശം വരാതെ കാത്തു സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം മലയാളികൾക്കുണ്ട്. പുരോഗമന സമൂഹത്തിൽ പുരോഗതിയിലേക്കുള്ള വഴിയിലാണ് നമ്മളുള്ളത്. അവിടെ നമ്മൾ ആദ്യം കളയേണ്ട വിചാരമാണ് ജാതി വിചാരം. ആ ജാതി വിചാരവും മതത്തിനും അതീതമായി നിന്ന് മനുഷ്യനെന്ന നിലയിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയുമ്പോൾ മാത്രമേ സമൂഹത്തിന് ഗുണമുള്ള വ്യക്തികളായി നമുക്ക് മാറാൻ കഴിയും. അത് ഓർമ്മപ്പെടുത്തുന്നതാകട്ടെ ഈ ചർച്ച. എൻകൗണ്ടർ പ്രൈമിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി.